السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين. أما بعد. കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ശ്രോതാക്കൾക്ക് ഖാഫില ജിദ്ദ വഴി വെളിച്ചം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പരിചിത രീതികളിൽ നിന്നും വ്യത്യസ്തമായി വിഷയങ്ങൾ പഠന സംഭാഷണങ്ങളിലൂടെ ശബ്ദശില്പങ്ങളായി പ്രേക്ഷകർക്ക് മുമ്പിലെത്തിക്കുകയാണ് വഴി വെളിച്ചം. വൈജ്ഞാനിക രംഗത്തെ പ്രതിഭാധരരായ പണ്ഡിതരുമായി ചേർന്ന് ശ്രോതാക്കൾക്ക് അറിവിന്റെ നുറുങ്ങുവെട്ടം പകർന്നു കൊടുക്കുകയാണ് പഠന സംഭാഷണങ്ങളിലൂടെ. വൈജ്ഞാനിക രംഗത്തെ പ്രതിഭാധരരായ പണ്ഡിതരുമായി ചേർന്ന് ശ്രോതാക്കൾക്ക് അറിവിന്റെ നുറുങ്ങുവെട്ടം പകർന്നു കൊടുക്കുകയാണ് പഠന സംഭാഷണങ്ങളിലൂടെ. വഴി വെളിച്ചം ആദ്യാധ്യായം ഇവിടെ ആരംഭിക്കുന്നു. കാലിക പ്രസക്തമായ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ട്. بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام. ലോക മുസ്ലിം ജനതയുടെ ഒരു പരിച്ഛേദം വിശ്വമാനവികതയുടെ മഹിത സന്ദേശമുയർത്തി സൃഷ്ടാവായ പടച്ച തമ്പുരാനിൽ സർവം സമർപ്പിച്ച് നാഥ നിന്റെ വിളിക്കുത്തരം നൽകാൻ ഞാനിതാ വന്നെത്തി എന്ന തൽബിയത്തിന്റെ മന്ത്രധ്വനികളുയർത്തി വർണ്ണവർഗ ദേശഭാഷാ വേഷ ഭേദമന്യേ ഹജ്ജിന്റെ പുണ്യഭൂമിയിൽ ഒത്തുചേരുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك يا رب. اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك. ഈ അനുഗ്രഹീത സംഗമത്തിന്റെ തുടിപ്പുകൾ ഹജ്ജ് വിശേഷങ്ങളും കർമ്മങ്ങളും പഠനാർഹമായ അനുബന്ധ ചിന്തകളുമായി വഴിവെളിച്ചത്തിൽ നിന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഉസ്താദ് TH ദാരിമിയാണ്. ചരിത്രപാത എന്ന കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ തുടർ പരിപാടിയിലൂടെയും കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന മശായിറകളിലൂടെ എന്ന ഹജ്ജ് പ്രത്യേക പരിപാടികളിലൂടെയും ശ്രോതാക്കൾക്ക് സുപരിചിതനായ ജിദ്ദ ഇസ്ലാമിക് സെന്റർ സാരഥി കൂടിയായ ഉസ്താദ് TH ദാരിമി. ഗ്രന്ഥകാരൻ, ചിന്തകൻ, പ്രഭാഷകൻ, ചരിത്ര പണ്ഡിതൻ, ദൈവപ്രവർത്തന രംഗത്ത് ശ്രദ്ധേയമായ സാന്നിധ്യമാണ് മുഹമ്മദ് TH ദാരിമി. ഇന്ന് നാം അന്വേഷിക്കുന്ന വിഷയം വീണ്ടും ഒരു ഹജ്ജ് കാലം. ആദരണീയ വ്യക്തിത്വം ഉസ്താദ് TH ദാരിമിക്ക് വഴിവെളിച്ചം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സന്തോഷം ഇത്തരത്തിലൊരു വ്യത്യസ്തമായ ഒരു അവതരണ ശൈലിയിലൂടെ പ്രേക്ഷകരിലേക്ക് ഒരു വിഷയത്തെ എത്തിക്കാനുള്ള കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഈ താല്പര്യത്തെ ഞാൻ പ്രത്യേകിച്ച് പ്രകീർത്തിക്കുകയാണ്. ഇതിന്റെ അണിയറ പ്രവർത്തകരെ എല്ലാവരെയും ആശീർവദിക്കുകയാണ്, ആശംസിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. ഉസ്താദ് TH ദാരിമി നമുക്കൊക്കെ അറിയാം, പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം
പരിചയപ്പെടുത്തേണ്ടുന്ന കാര്യമില്ല. ജിദ്ദയിലെ ജിദ്ദ ഇസ്ലാമിക് സെന്ററിന്റെ സാരഥികളിലൊരാളാണ്. നേരത്തെ നമുക്ക് മശായറുകളിലൂടെ എന്ന പ്രോഗ്രാമിലൂടെ ഹജ്ജുമായി ബന്ധപ്പെട്ട വളരെ പഠനാർഹമായ പ്രോഗ്രാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ശ്രോതാക്കൾ ഒരു പക്ഷേ ഓർത്തെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടാകും. ധാരാളം പ്രേക്ഷകർ നല്ല അഭിപ്രായങ്ങൾ അറിയിച്ചിരുന്നു. ഹജ്ജ് കാലത്ത് വിശുദ്ധ ഭൂമികളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച്, ഹജ്ജിന്റെ കർമ്മശാസ്ത്ര രംഗത്തുള്ള ഹജ്ജിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ കഴിഞ്ഞ പ്രോഗ്രാമുകളിലൊക്കെ നാം കേട്ടിരുന്നു. ഉസ്താദിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഹജ്ജിനെ കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിക കർമ്മശാസ്ത്ര രംഗത്ത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ 5 കാര്യങ്ങളിലെ പഞ്ചസ്തംഭങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധന കർമ്മമാണല്ലോ ഹജ്ജ്. ഈ ഹജ്ജ് നിസ്കാരം അതുപോലെ മറ്റ് ധാരാളം ആരാധനാകർമ്മങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഹജ്ജിന്റെ ഒരു ആത്മീയ തലം, അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വർഷം നമുക്ക് ഹജ്ജ് ഖാഫിലുകൾ ഇവിടുന്ന് ഉണ്ടോ? ജിദ്ദ ഇസ്ലാമിക് സെന്ററേയും മറ്റുമൊക്കെ നേതൃത്വത്തിൽ ഹജ്ജ് ഖാഫില, അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. സാധാരണഗതിയിൽ ജിദ്ദയിൽ നിന്ന് നമ്മൾ ഹജ്ജ് ഖാഫില സംഘടിപ്പിക്കാറുണ്ട്. നമ്മുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ പ്രസ്ഥാന ബന്ധുക്കളായ സഹോദരന്മാരുടെ ഖാഫിലുകൾ വരാറുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. മാത്രമല്ല സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഇസ്ലാമിക് സെന്ററുകളുടെ ഒരു ദേശീയ സംഗമം കൂടിയായിട്ടാണ് ഹജ്ജ് കാലത്തെ നമ്മൾ കാണാറുള്ളത്. പലപ്പോഴും നാഷണൽ ഇസ്ലാമിക് സെന്റർ കമ്മിറ്റികളൊക്കെ കൂടുകയും അതിന്റെ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുകയും ഒക്കെ ചെയ്യാറുള്ളത് ഈ ഹജ്ജ് കാലത്താണ്. പക്ഷെ കേരളം പറയട്ടെ, 1-2 വർഷങ്ങളിലായി ജിദ്ദ ഇസ്ലാമിക് സെന്ററിന്റെ ഹജ്ജ് കാഫില സത്യത്തിൽ മുടങ്ങി കിടക്കുകയാണ്. അതിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെ പേരിലാണ്. ഇൻഷാ അല്ലാഹ് ഈ വർഷവും നമുക്ക് കാഫില ഇല്ല. പക്ഷേ നമ്മൾ കാഫിലയിലാണെങ്കിലും അല്ലെങ്കിലും ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖും ആരോഗ്യവും പ്രദാനം ചെയ്യുകയാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് ഹജ്ജ് കർമ്മങ്ങളിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നുമായി മശായറുകളിലേക്ക് അഹദിന്റെ അതിഥികളായി എത്തിച്ചേരുന്ന ലക്ഷക്കണക്കിന് ആയ സത്യവിശ്വാസികൾക്കും വളരെ സന്തോഷത്തോടെ ഹജ്ജ് ഈ വർഷം നിർവഹിക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. എന്നിരുന്നാലും ഇസ്ലാമിക് സെന്ററിന് ഇല്ലെങ്കിൽ പോലും നമ്മുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പല ആൾക്കാർക്കും ഇവിടെ കാഫിലകൾ ഉണ്ട്. ഇസ്ലാമിക് സെന്ററിന്റെയും അതുപോലെ തന്നെ SYSന്റെയും ഒക്കെ സമുന്നതരായ നേതാക്കന്മാർ അതിന്റെ നായകത്വം നേതൃത്വമൊക്കെ നൽകി വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു പ്രസ്ഥാനത്തിന്റെ വികാരവുമായി ഒപ്പം കൂടാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കൊക്കെ അത്തരം സൗകര്യങ്ങളെപ്പറ്റി അന്വേഷിക്കുകയും അതിൽ ചേരുകയും ചെയ്യാവുന്നതാണ് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. വളരെ സന്തോഷമുണ്ട് ഉസ്താദെ. ഹജ്ജിന്റെ വിശാലമായ അർത്ഥത്തിലേക്ക്, അതിന്റെ ആത്മീയ തലങ്ങളിലേക്കൊക്കെ കടന്നു പോകുന്നതിന് മുമ്പ് 1-2 ചെറിയ കാര്യങ്ങൾ കൂടി ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടാകും. മശായറുകൾ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഭൂമികളിലെ വിശുദ്ധ ഹറമിന്റെ ചുറ്റുഭാഗത്തുമുള്ള അറഫ സംഗമം നടക്കുന്ന അറഫ, മിന, മുസ്ദലിഫ, അതുപോലെ ഇവിടുത്തെ ഇപ്പോൾ നടക്കുന്ന മശായറുകളിൽ ഇപ്പോൾ നടക്കുന്ന ഹാജിമാർക്ക് വേണ്ടി നടന്നു വരുന്ന സജ്ജീകരണങ്ങളെ കുറിച്ച് ഒന്ന് ചെറുതായി അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടാകും ഉസ്താദ്. ഒന്ന് അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹമാണ് സത്യത്തിൽ ലോക മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കേണ്ട ഒരു വലിയ ഘടകം നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം അത് കേന്ദ്രീകരിക്കുന്ന പരിശുദ്ധ മക്കയും പരിശുദ്ധ മദീനയും എല്ലാം അടങ്ങുന്ന ഈ സൗദി അറേബ്യ എന്ന് പറയുന്ന ഈ രാജ്യം കാലാകാലങ്ങളിലായി അത് വളരെ സുരക്ഷിതമായ നമ്മുടെ ഒരു രാജ്യമായി അഭിമാനപൂർവ്വം നിലനിൽക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഇത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമ്മൾ ഇന്ന് വർത്തമാനകാലത്തെ മുസ്ലിം ലോകത്തിന്റെ രാഷ്ട്രീയം ശരിക്കും മനസ്സിലാക്കിയാൽ തന്നെ നമ്മളൊരു കാര്യം ഒന്ന് സങ്കല്പിച്ചു നോക്കിയാൽ നമുക്കതിന്റെ കാര്യം മനസ്സിലാവും. അതായത് ഇപ്പൊ ഹജ്ജ് ഒരുപക്ഷെ ഈജിപ്തിലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഹജ്ജ് സിറിയയിലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, അതൊക്കെ നമുക്ക് ആലോചിച്ച് നോക്കാവുന്നേ ഉള്ളൂ. ശരിയാണ്. അപ്പം സൗദി അറേബ്യയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ഇവിടുത്തെ അമ്നും അമാനുമാണ്. ഇതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ തന്നെ പ്രത്യേകം
പ്രതിപാദിച്ചിട്ടുണ്ട് സൂചനകൾ. തീർച്ചയായിട്ടും വഹാദൽ ബലദൽ അമീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വളരെ വ്യക്തമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും വിശുദ്ധമായ, അതാണ് ഹറം എന്ന് പറയുന്നത്, വിശുദ്ധ ഭൂമി എന്നാണ് ഹറം എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ പ്രദേശം എന്നും നമുക്ക് ഒരുപാട് കാലം മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലെ അറേബ്യയിലേക്ക് ചിന്തിച്ചാൽ തന്നെ ഇത് ചരിത്രപരമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്നൊക്കെ തന്നെയും രാജ്യത്തിന്റെ, നമ്മുടെ ഗ്ലോബിന്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും കോളനികളായി മാറി, വൻകിടകളുടെ കോളനികളായി മാറി. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം പോലെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ബ്രിട്ടന്റെ കോളനിയായിരുന്നു. എന്നപോലെ ഗൾഫ് നാടുകളിൽ തന്നെ പല പ്രദേശങ്ങളും ബ്രിട്ടന്റെ കോളനി ആയിരുന്നു എന്നതാണ് ചരിത്രം പറയുന്നത്. പക്ഷേ സൗദി അറേബ്യ, അല്ലെങ്കിൽ പ്രത്യേകിച്ചും മക്കായും മദീനായും നിൽക്കുന്ന ഈ പ്രദേശം, ഹിജാസ് എന്ന് പറയുന്ന പ്രദേശം ഒരിക്കലും ഒരു കോളനി ആയിട്ട് പോലും ഇല്ല എന്നാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രദേശത്തിന് നൽകിയൊരു പ്രത്യേകതയാണ്. പിന്നെ വളരെ വിശ്വസ്തരുടെ കൈകളിൽ തന്നെ ഈ രാജ്യത്തെ അള്ളാഹു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വളരെ സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി കാണിക്കുന്നവരാണ് ഇവിടുത്തെ ഭരണകൂടം എന്ന് പറയുന്നത്. അവര് മക്കയുടെയും മദീനയുടെയും മശായിലുകളുടെയും കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്, അതീവ സൂക്ഷ്മത പുലർത്തുന്നുണ്ട്. അവരെ കൊണ്ട് എന്നല്ല, ലോകത്തെ ഒരു ഭരണകൂടത്തെ കൊണ്ട്, ഒരു ഭരണാധികാരിയെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എന്താണോ അത് മുഴുവനും സൗദി ഭരണകൂടം ഹാജിമാർക്ക് വേണ്ടി, അള്ളാഹുവിന്റെ നദികൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ എന്തെല്ലാം ഒരുക്കങ്ങളാണ് പുതിയതായി ഉള്ളത്, അല്ലെങ്കിൽ എന്തെല്ലാം പദ്ധതികളാണ് പുതിയതായി ഉള്ളത് തുടങ്ങിയതൊക്കെ മശായറുകളിലേക്ക് നോക്കി പറയുക എന്ന് പറയുന്നത് പ്രയാസമാണ്. എന്തായാലും നമുക്ക് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇൻഷാ അല്ലാഹ് ഈ പ്രാവശ്യവും 25 ലക്ഷം തീർത്ഥാടകർ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പലപ്പോഴും നിയമവിധേയമല്ലാത്ത നിലക്ക് ഹജ്ജിന് എത്തുന്ന സത്യവിശ്വാസികളായ ആൾക്കാർ, അതുപോലെ തന്നെ മക്കയിൽ സർക്കാരിന്റെ ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് 2.5 മില്യണിലധികം വരും എന്നാണല്ലേ? അതെ. അപ്പം നമുക്കൊരു 3 മില്യൺ, അതായത് 30 ലക്ഷം ഹാജിമാരെങ്കിലും ഈ പ്രാവശ്യവും ഹജ്ജിന് വരും എന്ന് ഗവൺമെന്റ് തീർച്ചയായും പ്രതീക്ഷിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള, അതായത് സൃഷ്ടികൾക്ക് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള എല്ലാവിധ സൗകര്യങ്ങളും തീർച്ചയായിട്ടും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും 2-3 സ്ഥലങ്ങളാണ് ശരിക്കും ഏറ്റവും പ്രധാനമായ സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ മക്ക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മക്കയിൽ ഇപ്പൊ തന്നെ ഹാജിമാർ വന്നു തുടങ്ങി. ഇനി അങ്ങനെ അവരുടെ ഒഴുക്ക് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവരെല്ലാവരും ഒരൊറ്റ ദിവസം മക്കയിൽ ഒരുമിച്ച് കൂടുന്നു എന്ന് പറയാൻ നമുക്ക് പലപ്പോഴും കഴിയില്ല. ഇടയ്ക്ക് ഒരു ചെറുതായൊന്ന് മക്കയിലേക്ക് എത്തുന്നതിന് മുമ്പ് മക്കയിലെത്താനുള്ള ഏറ്റവും അടുത്ത പ്രദേശം, ഇപ്പോൾ ഇന്റർനാഷണൽ, ഇപ്പോൾ പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് ജിദ്ദ എയർപോർട്ട് വഴി, അതല്ലെങ്കിൽ ജിദ്ദ സീപോർട്ട്, മറ്റേതെങ്കിലും വഴിയിലൂടെ ആളുകൾ വരുന്നുണ്ടോ? കരമാർഗമല്ലാതെ ഞാൻ ഉദ്ദേശിക്കുന്നത് പുറം ലോകത്ത് നിന്നുള്ള ആളുകൾക്ക് എത്തിപ്പെടാൻ അവർ ജിദ്ദ എയർപോർട്ടിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 5 മിനിറ്റിലും 10 മിനിറ്റിലൊക്കെ ഓരോ ഫ്ലൈറ്റ് വന്നിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പൊ അവിടെ തുടങ്ങിയ സജ്ജീകരണങ്ങളുണ്ട് അല്ലെ? ശരിക്കും ഹാജിമാരുടെ ബവ്വാബ എന്ന് പറയുന്നത്, ഗേറ്റ്, പിൽഗ്രിംസിന്റെ ഗേറ്റ് എന്ന് പറയുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം മുതൽ ജിദ്ദയാണ്. ഇപ്പോൾ പക്ഷേ അടുത്ത കാലത്ത് എയർലൈനുകളെ സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞ അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ടിന് അത്ര തന്നെ കഴിയാതെ വന്ന, അല്ലെങ്കിൽ ഹാജിമാരുടെ ബാഹുല്യം കാരണത്താൽ മദീനയിലും നേരിട്ട് വരുന്നുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ മദീനയിലും ജിദ്ദയിലുമായിട്ടാണ് ഹാജിമാർ മുഴുവനും വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരം ഹാജിമാർ വന്ന് എല്ലാവരും ഒന്നിച്ച് ഒരേ സമയം ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളെയാണ് പ്രത്യേകിച്ച് ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്. അതിലൊന്നാണ് അറഫ മൈതാനി. അവിടെ ദുൽഹജ്ജ് 9-ാം തീയതി തന്നെയാണ് എല്ലാ ഹാജിമാരും, ഈ പറഞ്ഞ 30 ലക്ഷം ഹാജിമാരും ഒരുമിച്ച് കൂടേണ്ടത്. അതുകൊണ്ട് അവിടെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവനും ഗവൺമെന്റ് കാര്യക്ഷമമായി തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല പിന്നെ മിനായിലാണ് ഹാജിമാർ ഏറ്റവും അധികം സമയം ഹജ്ജിന്റെ തീർത്ഥാടന കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിയുന്നത്. അവിടെയും എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. കല്ലേറ് കർമ്മമാണ് ഏറ്റവും തിരക്കേറിയ കർമ്മം. അത് വളരെ അനായാസം നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ സൗദി ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ യാത്രക്കാരുടെ താമസ സൗകര്യങ്ങൾ അതെല്ലാം വളരെ വിപുലമായ തോതിൽ മക്കയിലും മദീനായിലും മശായറുകളിലും എല്ലാം സജ്ജീകൃതമായിട്ടുണ്ട്. മാത്രമല്ല ഹാജിമാരെ ഈ വർഷവും ഹാജിമാരെ സർവ് ചെയ്യാൻ മശായർ ട്രെയിൻ സജ്ജമായിട്ടുണ്ട്. ഈ പ്രാവശ്യം അതിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചിട്ടുണ്ട്.
4,50,000 തീർത്ഥാടകർ, 4,50,000 തീർത്ഥാടകരെ കൂടെ അധികം വഹിക്കാനുള്ള കപ്പാസിറ്റിയാണ് മശായർ ട്രെയിനിന് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. 20 തീവണ്ടികൾ സർവീസ് നടത്തുന്നുണ്ട്. ഓരോ തീവണ്ടിയിലും 12 വീതം ബോഗികൾ, 25 മീറ്റർ നീളത്തിലുള്ള 12 വീതം ബോഗികളാണുള്ളത്. ഇതിൽ ഒരു ബോഗിയിൽ തന്നെ, ഒരു ട്രെയിനിൽ തന്നെ 3000 പേരെ ഒരേ സമയം കൊണ്ടുപോകാൻ കഴിയും. അപ്പം മണിക്കൂറിൽ എൻ്റെ കണക്ക് കൃത്യമായി പറയുന്നത് 72,000-ഓളം തീർത്ഥാടകരെ ഒരു സ്ഥലത്തിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിലുള്ള മശായർ ട്രെയിൻ വളരെ സജ്ജമായിട്ടുണ്ട്. അപ്പോൾ മശായർ ട്രെയിനിനെ കുറിച്ച് പറയുമ്പോൾ ജിദ്ദ, മക്ക പ്രദേശങ്ങളിലൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ട്രെയിൻ യഥാർത്ഥത്തിൽ പണ്ട് അങ്ങനെ ഒരു സംഭവം അറിയാതെ തന്നെയില്ല, പഴയ കാലത്തുണ്ടായിരുന്നെന്ന് അറിയില്ല. ഏതായാലും മശായറുകളിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ റെയിൽവേ സംവിധാനം അറഫ, മിന, മുസ്ദലിഫ ഈ 3 പ്രദേശങ്ങൾ തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ടല്ലേ, അല്ലാതെ ഹറമിന്റെ അടുത്തേക്ക്, അതായത് മസ്ജിദുൽ ഹറാമുമായി ബന്ധമുണ്ടോ അതിന്? ഇതിന്റെ പദ്ധതി, മശായർ ട്രെയിനിന്റെ റെയിൽവേ ലൈനിന്റെ പദ്ധതി മസ്ജിദുൽ ഹറം വരെ ആണ്. പക്ഷേ മിനായിൽ നിന്ന് മസ്ജിദുൽ ഹറാം വരെയുള്ള സ്ഥലത്തുള്ള പണികളെല്ലാം, നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അത് ഹറമൈൻ റെയിൽവേയുമായി ബന്ധിപ്പിക്കുകയാണ്. ഹറമൈൻ റെയിൽവേ എന്ന് പറയുന്നത് മക്കയിൽ നിന്ന് ജിദ്ദയിലേക്കുള്ള ഹറമൈൻ റെയിൽവേ. മാത്രമല്ല അധികം വൈകാതെ തന്നെ സൗദി അറേബ്യയിലെ പ്രധാന നഗരങ്ങളെയെല്ലാം റെയിൽവേയുമായി കൂട്ടിയിണക്കും, ബന്ധിപ്പിക്കും എന്ന് ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഹറമൈൻ എക്സ്പ്രസ് വേ പോലെ, അതായത് മക്ക, മദീന, ജിദ്ദ 2-3 നഗരങ്ങളെ കൂടി ഒന്നിച്ച് ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു റെയിൽവേ സംവിധാനമാണ് എന്ന് തോന്നുന്നു. അതിന് ഹറമൈൻ എന്ന മെട്രോ ട്രെയിൻ പ്രോജക്റ്റാണ് അതിനുവേണ്ടി ഇൻഷാ അല്ലാഹ് വന്നുകൊണ്ടിരിക്കുന്നത്. അധികം വൈകാതെ അതെല്ലാം ഉണ്ടാകുന്നതാണ്. അപ്പം പിന്നെ ഇന്ത്യക്കാരായ ആൾക്കാരുടെ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 1.7 ലക്ഷം തീർത്ഥാടകരാണ് ഈ പ്രാവശ്യം ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് വരുന്നത് എന്ന കണക്കുകളാണ് ഹജ്ജ് കമ്മിറ്റിയിൽ നിന്നും മാത്രമല്ല കോൺസുലേറ്റിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 1,25,000 പേര് ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിലായിട്ടാണ് വരുന്നത്. അവർ വന്ന് തുടങ്ങിക്കഴിഞ്ഞു. അവരുടെ വരവ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് താമസ സൗകര്യം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വേണ്ട വിധത്തിലുള്ള വിപുലമായ താമസ സൗകര്യങ്ങളുണ്ട് എന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ കോൺസുലേറ്റ് ജനറൽ, ജിദ്ദയിലെ കോൺസുലേറ്റ് ജനറലും പറയുന്നുണ്ട്. 479 ബിൽഡിങ്ങുകൾ അവർക്ക് താമസിക്കാൻ വേണ്ടി ഇതിനകം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ഹാജിമാർക്ക് മാത്രമായി ഇന്ത്യയിലെ ഈ ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന 1,25,000 ഹാജിമാർക്ക് മാത്രമായി 479 ബിൽഡിങ്ങുകൾ റെഡിയായിട്ടുണ്ട് എന്ന് കോൺസുലേറ്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള 45,000 പേർ വ്യത്യസ്ത സ്വകാര്യ ഗ്രൂപ്പുകളിലൂടെ വരുന്നവരാണ്. അവർക്ക് വേണ്ട കെട്ടിട സൗകര്യങ്ങളെല്ലാം മക്കായിൽ പരിശുദ്ധമായ മശായറുകളിലൊക്കെ തന്നെ തയ്യാറാണ്. ഹജ്ജ് കാര്യങ്ങളുടെ ഉത്തരവാദിത്തമുള്ള മന്ത്രി മഹ്സിന കിദ്വായി കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു. അവര് ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തി സംതൃപ്തിയോടെയാണ് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ എല്ലാവിധ സേവനങ്ങളും ഉറപ്പു വരുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല സൗദി അറേബ്യയുടെ ഭാഗത്തിൽ നിന്ന് നോക്കുമ്പോൾ ഭരണാധികാരികളും അവരുടെ പ്രതിനിധികളും ഒഫീഷ്യൽസുമെല്ലാം എല്ലാ സമയവും ഹജ്ജിന്റെ മേൽനോട്ടത്തിന് വേണ്ടി നീക്കിവെച്ചിരിക്കുകയാണ്. മാത്രമല്ല പൊതു അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ദുൽഹജ്ജ് 1-ാം തീയതി മുതൽ 17-ാം തീയതി വരെ ആയിരിക്കും ഗവൺമെന്റ് സെക്ടറിലുള്ള പൊതു ഹജ്ജ് അവധി എന്ന് കൂടെ ഈ സന്ദർഭത്തിൽ. ഇങ്ങനെയുള്ള ഏകദേശം എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ അതിഥികളെ സ്വീകരിക്കാൻ രാജ്യവും രാജ്യത്തിന്റെ സന്നാഹങ്ങളുമെല്ലാം സുസജ്ജമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മശായറുകളിൽ നിന്ന് ഏറ്റവും അവസാനമായി നമുക്ക് നൽകാനുള്ളത്. വളരെ സന്തോഷമുണ്ട് സാറ്റീസ് ദാരിമി. മശായറുകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അവിടെ ഒരുക്കിയിട്ടുള്ള ഇവിടുത്തെ ആതിഥേയരായ അവിടുത്തെ സൗദി ഭരണകൂടം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സജ്ജീകരണങ്ങളെ കുറിച്ചാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എനിക്ക് ഇനി വിഷയത്തിന്റെ വളരെ കാതലായ നമ്മുടെ ചർച്ചയുടെ, നമ്മുടെ ഈ പഠന സംഭാഷണത്തിന്റെ വളരെ കാതലായ ഭാഗത്തേക്കാണ് ഇനി പോകാനുള്ളത്. അത് മറ്റൊന്നുമല്ല, ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ ഹജ്ജിന്റെ ആത്മീയ അർത്ഥതലങ്ങളെ കുറിച്ചാണ് ചോദിക്കാനുള്ളത്. ഉസ്താദ്, ഈ ഹജ്ജ് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായി എണ്ണപ്പെട്ടിട്ടുണ്ട്. ഇത് ആർക്കൊക്കെ നിർബന്ധമാകുന്നു? ഏതെങ്കിലും തരത്തിൽ പല രീതിയിൽ ആളുകൾ ഇതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. ബാധ്യതകളൊക്കെ അവസാനിച്ച ശേഷം മാത്രം ചെയ്യാനുള്ളതാണ്, എനിക്ക് മക്കളെ കെട്ടിക്കാനുണ്ട്,
അതല്ലെങ്കിൽ എനിക്ക് വീട് വെക്കാനുണ്ട്, അതൊന്നും കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ സമയമായിട്ടില്ല എന്ന് പറയാറുണ്ട്. അതുപോലെ പ്രവാസ ലോകത്താണെങ്കിലും ഉംറ ധാരാളം ചെയ്യാറുണ്ട്, പക്ഷേ ഹജ്ജിന് പോകാറില്ല, അതിന് കാരണം എനിക്ക് കടമുണ്ട് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. ധാരാളം ചോദ്യങ്ങൾ ഇതിന്റെ ഉപചോദ്യങ്ങളായി എനിക്ക് ഉസ്താദിൽ നിന്ന് അറിയേണ്ടതായി ഉണ്ട്. ആദ്യമായി ഞാൻ ഹജ്ജിന്റെ ആത്മീയ അർത്ഥ തലങ്ങളെ കുറിച്ച് ഉസ്താദിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളുടെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു മനുഷ്യനെ അള്ളാഹുവിന് വിധേയനാക്കി തീർക്കുക എന്നുള്ളതാണ്. പരമമായ അള്ളാഹുവിനോടുള്ള വിധേയത്വത്തിലേക്ക് ഒരു മനുഷ്യന്റെ മനസ്സിനെയും ശരീരത്തെയും അവന്റെ ശേഷികളെയും എല്ലാം കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് എല്ലാ ആരാധനകളും, ഇസ്ലാം നിഷ്കർഷിക്കുന്ന എല്ലാ ആരാധനകളുടെയും ആത്മീയമായ അർത്ഥതലം എന്ന് പറയുന്നത്. എന്നാൽ നമസ്കാരം, അതുപോലെ തന്നെ നോമ്പ്, സക്കാത്ത് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെതായ ഒരു പ്രത്യേക തലമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണമായി നമസ്കാരം എന്ന് പറഞ്ഞാൽ, നമസ്കാരം ഒരു ദിവസത്തിൽ 5 നേരം നിസ്കരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുകയാണ്. ഇത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ ഒരു സത്യവിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ മനസ്സിൽ സജീവമായി നിൽക്കേണ്ടത് അനിവാര്യമാണ്. എവിടെ തിരിയുമ്പോഴും എന്തു ചെയ്യുമ്പോഴും എന്തു ചിന്തിക്കുമ്പോഴും അവന്റെ മനസ്സിലുണ്ടാവേണ്ടത് അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മയാണ്. ഈ ഓർമ്മ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് പിടിവിട്ട് പോകാതിരിക്കാൻ വേണ്ടി അത് വീണ്ടും പുതുക്കിക്കൊണ്ടേയിരിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി എന്ന അർത്ഥത്തിലാണ് നമസ്കാരത്തിന്റെ ആത്മീയ തലത്തെ നമ്മൾ കാണേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി, എന്റെ സ്മരണ നിലനിർത്താൻ വേണ്ടി, എന്റെ സ്മരണ സജീവമാക്കുവാൻ വേണ്ടി, ഖുർആന്റെ ഒരു ഖുർആൻ നിർദ്ദേശമാണ് പറയുന്നത്. അപ്പം ഒന്നാമത്തെ ഒരു നിസ്കാരത്തിന്റെ ഇത്രയും നമ്മൾ വളരെ ആഴത്തിലുള്ള അന്വേഷണങ്ങളിലേക്ക് പോകുമ്പോൾ ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തെ ഷഹാദത്ത് കലിമയെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞിട്ട് അതിനുശേഷം നിസ്കാരത്തെ പറഞ്ഞ പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ് വിഷയം. അത് നമ്മുടെ വിഷയം, പ്രധാന വിഷയം ഹജ്ജായതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് ഹജ്ജിലേക്ക് വരാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഷഹാദത്ത് കലിമ എന്ന് പറഞ്ഞാൽ അത് ഇഅ്തിറാഫാണ്, അത് സമ്മതിക്കുകയാണ്, അത് അംഗീകരിക്കുകയാണ്. ആ അംഗീകാരത്തിന് ശേഷം, ആ അംഗീകാരം കൊണ്ട് മാത്രം ഒന്നും ആവില്ല. ആ അംഗീകാരത്തിനെ തെളിയിക്കാൻ, ആ അംഗീകാരത്തെ സത്യവൽക്കരിക്കുവാൻ നമ്മുടെ കർമ്മങ്ങൾ അനിവാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഷഹാദത്തിലൂടെ നമ്മൾ അംഗീകരിക്കുകയാണ് എന്റെ റബ്ബ് അള്ളാഹുവാണ്, എന്നിലേക്ക് അയക്കപ്പെട്ട ദൂതൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള ഈ അംഗീകാരം, മാനസികമായ അംഗീകാരത്തിന് ശേഷം പിന്നെ നമ്മുടെ ശരീരം, നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ വികാരങ്ങൾ, വിചാരങ്ങൾ, ഇതിനെയെല്ലാം, നമ്മുടെ സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ, ഇതിനെയെല്ലാം പിന്നെ ആ അള്ളാഹുവിനെ നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞ ആ അള്ളാഹുവിന്റെ വിധേയത്വത്തിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് ആരാധനാ കർമ്മങ്ങളുടെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അവ നിർവഹിക്കുന്ന ആത്മീയ ദൗത്യം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് നമസ്കാരം അത്തരത്തിലൊന്നാണ്. അഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്റെ സ്മരണ സജീവമായി നിലനിർത്താൻ വേണ്ടി. അപ്പൊ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണ നമുക്കുണ്ട് എങ്കിൽ, ഇപ്പൊ ഒരാള്, അതുകൊണ്ടാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവസത്തിൽ 17 റക്അത്ത് നീ നിസ്കരിച്ചാൽ മതി എന്ന് പറയുന്നതിന് പകരം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന സമയങ്ങളിൽ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സമയങ്ങളുടെ ആദ്യ സമയത്തും അവസാന സമയത്തും വന്ന് അൽ വഖ്തു മാ ബൈന ഹാദാ വ ഹാദാ, ഈ രണ്ടെണ്ണത്തിന്റെയും ഇടയിലുള്ള സമയമാണ് കൃത്യമായ സമയം എന്ന് പറഞ്ഞു കൊടുക്കുകയും കിതാബ് മൗഖൂത്ത എന്ന ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പോലെ തന്നെ വഖ്ത് നിശ്ചയിക്കപ്പെട്ട എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിൽ ഒരാൾ എപ്പോഴെങ്കിലും നിസ്കാരങ്ങൾ ഒന്നിച്ച് ഖളാ വീട്ടിയാൽ നിസ്കാരത്തിന്റെ അർത്ഥതലത്തിലേക്ക് അവൻ എത്തുന്നില്ല എന്നാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. കാരണം അത് ദിക്ർ. അപ്പോൾ ദിക്ർ എന്ന് പറഞ്ഞാൽ തജ്ദീദ് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. ഓർമ്മ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത്, ആ സുഹൃത്തുമായി ഞാൻ ഒരുപാട് കാലം ഒന്നിച്ച് ജീവിച്ചു, അതിനെ പറ്റിയുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. പക്ഷേ ഞാൻ ആ സുഹൃത്തും ഞാനും തമ്മിൽ പങ്കുവെച്ച ഓർമ്മകളിൽ നിന്ന്, അല്ലെങ്കിൽ ആ പശ്ചാത്തലങ്ങളിൽ നിന്ന് എൻ്റെ ഡിഫറൻ്റ് ആയ വേറൊരു മേഖലയിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ അവനെ മറന്നു പോവുകയാണ്. പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ മറന്നു പോവുകയാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ്? എന്നാൽ അതിലിടക്ക് ഓനൊരു ഫോൺ കോൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവനെ എവിടെ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ ദിവസത്തിലൊരിക്കലോ അവനുമായി എന്തെങ്കിലും ബന്ധങ്ങളുണ്ട് എങ്കിൽ ആ ബന്ധം സജീവമായി സക്രിയമായി നിൽക്കും. ഇത് തന്നെയാണ് സത്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഫജ്ർ നമസ്കരിക്കുന്നു, അത് കഴിഞ്ഞ് പിന്നെ ജീവിതത്തിലേക്ക് പോകുന്നു. ജീവിതത്തിന്റെ കയറ്റങ്ങളിലും ഇറക്കങ്ങളിലും കയറിയും ഇറങ്ങിയും ഒക്കെ വിറ്റും വാങ്ങിയും ചെയ്തും ചെയ്യിച്ചും ഒക്കെ തന്നെ ജീവിച്ചു പോകുന്നതിനിടയിൽ അള്ളാഹു ചിലപ്പോൾ മറന്നു പോകും. ആ മറവി വരാതിരിക്കാൻ, ആ മറവി ഓർമ്മപ്പെടുത്തലുകളായി, ആ സ്മരണ
മങ്ങിപ്പോകുന്നുണ്ട് എങ്കിൽ അതിനെ ഓർമ്മപ്പെടുത്താനുള്ള ഒന്നാണ് ളുഹർ നിസ്കാരം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും ജീവിതത്തിലേക്ക് പോവുകയാണ്. ജീവിതത്തിന്റെ സംഭവങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ പിന്നെയും ഒരുപക്ഷെ നമുക്ക് ആ ഓർമ്മ മങ്ങിപ്പോയേക്കാം. അപ്പോൾ അസ്ർ നമസ്കാരം ഇതാണ്. അപ്പോൾ ഈ ചാക്രികമായി ഒരു ദിവസത്തെ അള്ളാഹുവിന്റെ സ്മരണയിൽ പിടിച്ചു നിർത്താൻ മനുഷ്യനെ സഹായിക്കുന്നതാണ് നമസ്കാരത്തിന്റെ ഒരു ആത്മീയ അർത്ഥതലം ആ ഒരു രീതിയിൽ വ്യാഖ്യാനിക്കാം. അങ്ങനെയാണ്. പിന്നെ നമ്മൾ സക്കാത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സക്കാത്തും അങ്ങനെ തന്നെയാണ്. സക്കാത്തും പരമമായ അള്ളാഹുവിനോടുള്ള വിധേയത്വം കാണിക്കാൻ തന്നെയാണ്. പക്ഷെങ്കിലും അതിന് അതേസമയം സാമൂഹ്യമായി ഉള്ളവൻ ഇല്ലാത്തവൻ എന്ന ഒരു അർത്ഥമുണ്ടല്ലോ. ആ അർത്ഥത്തിൽ പിന്നെ ആ തലത്തിൽ ഇല്ലാത്തവനെ സഹായിക്കാനുള്ള ഒരു 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 വ്യവസ്ഥാപിതമായ മാർഗം എന്ന അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതാണ്. അപ്പം അതിന് ഒരു സാമ്പത്തിക രംഗത്തെ ഒരു വഴിപ്പെടലായി, സാമ്പത്തിക രംഗത്തെ നേരത്തെ പറഞ്ഞ ഷഹാദത്ത് കലിമയിലേക്ക് തന്നെ ചെന്ന് ചേർന്ന് ഇതിന്റെയൊക്കെ ആത്യന്തികമായിട്ട് സാമ്പത്തികമായി വഴിപാട് കാണിക്കുന്നു. ഇനി പിന്നെ നോമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് എന്തിനു നിർബന്ധമാക്കി, ആർക്ക് നിർബന്ധമാക്കി എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ വളരെ വ്യക്തമായി. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെയും ഉത്തരം ആ ആയത്തിൽ തന്നെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത്, ഒരു അമുസ്ലിമായ ഒരാളെ മുസ്ലിമാക്കി എടുക്കാനുള്ളതല്ല നോമ്പ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ എന്ന സംബോധനയോടുകൂടി ഒരു സത്യവിശ്വാസിയെ, അപ്പൊ സത്യവിശ്വാസികളാണ് നോമ്പ്, സത്യവിശ്വാസിയെയാണ് നോമ്പ് സംസ്കരിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ് നോമ്പ് നിർബന്ധമാക്കിയത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയിട്ടും. അപ്പോ മനുഷ്യനെ പലപ്പോഴും തഖ്വ എന്ന അർത്ഥത്തിൽ നിന്ന് അവനെ വ്യതിചലിപ്പിക്കുന്ന, അവനെ വഴിതിരിച്ചു വിടുന്ന പല ഘടകങ്ങളുണ്ടാകാം. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളായ വികാരങ്ങളും വിചാരങ്ങളും അതിനെ നിയന്ത്രിച്ചു നിർത്തിക്കൊണ്ടുള്ള വിധേയത്വം ഉണ്ടാക്കുക. ആഹാര നിഹാര ഭോഗാദി കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ളതായി നോമ്പിന്റെ ഒരു ആത്മീയാർത്ഥതലം. ഇത്തരത്തിലുള്ള ഒരു തലം നോക്കുകയാണ് എങ്കിൽ ഇങ്ങനെ ഇടയ്ക്ക് ചെറിയ കാര്യം കൂടി ചോദിക്കട്ടെ ഉസ്താദ്. നിസ്കാരത്തിന്റെയും ഷഹാദത്ത് കലിമയുടേതും മറ്റു വെച്ചാൽ നിസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും അതുപോലെ സക്കാത്തിന്റെതും മറ്റു വെച്ചാൽ നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും ഒക്കെ ആത്മീയമായ അർത്ഥതലങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചപ്പോ അവിടെ എനിക്ക് തോന്നുന്നു പ്രതിപാദിക്കാതെ പോയതാണോ അതല്ലെങ്കിൽ ബോധപൂർവ്വം ഉപേക്ഷിച്ചതാണോ എന്നറിയില്ല. പലപ്പോഴും പറയാറുണ്ടല്ലോ അതിന്റെ ഒരു വിഷയം. നിസ്കാരം കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ അത് നല്ല ഒരു ശാരീരികമായ ഒരു എക്സസൈസ് കൂടിയാണ്. എക്സസൈസ് എന്ന അർത്ഥത്തിലാരും നിസ്കരിക്കാറില്ലെങ്കിൽ പോലും അതുപോലെ ആരോഗ്യപരമായ സംരക്ഷണത്തിന് തുടർച്ചയായിട്ടുള്ള നോമ്പ്, അതുപോലെ ഈ റമദാൻ മാസത്തിലെ നോമ്പൊക്കെ വളരെ ഉപകാരപ്പെടുമെന്ന് പറയുന്നത് അത് ബോധപൂർവ്വം ഒഴിവാക്കി പോയതാണോ അതല്ലെങ്കിൽ അതിന് അത്രമാത്രം പ്രാധാന്യം ഇല്ല? പിന്നെ ഈ പറയുന്നത് ആത്മീയ അർത്ഥതലമാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്ന ഒരു മനുഷ്യനെ ഇൻതിവാമുൽ ഹയാത്ത് എന്ന് പറഞ്ഞ ഒരു മഹത്തായ ഗുണം ലഭിക്കും. കൃത്യനിഷ്ഠത, ജീവിതത്തിൽ കൃത്യനിഷ്ഠത കിട്ടും. അതുകൊണ്ട് നിസ്കാരം കൃത്യനിഷ്ഠതക്കുള്ളതാണ് എന്ന് പറയാൻ കഴിയില്ല. എന്ന പോലെ അതൊക്കെ അതിന്റെ ബൈ പ്രോഡക്റ്റുകളാണ്. നമ്മൾ പറയുന്നത് ആത്മീയ അർത്ഥതലമായിരിക്കണം നിയ്യത്തിൽ നമ്മുടെ ചിന്ത. അപ്പോഴാണ് അതായിത്തീരുന്നത്. അത് പിന്നെ ആധുനിക പല പണ്ഡിതന്മാരും, ഇപ്പം ഷാറാവിയെ പോലെ, നാബിൽസിയെ പോലെയുള്ള ആധുനിക പണ്ഡിതന്മാര്, സയ്യിദ് ഖുത്ബിനെ പോലുള്ള വീക്ഷകന്മാര്, അവരൊക്കെ ഇങ്ങനെ നിരീക്ഷിച്ചായി കാണാൻ കഴിയും, അറിയില്ല. പക്ഷെ എങ്കിലും നമ്മൾ പറഞ്ഞുകൊണ്ടത് ആത്മീയ അർത്ഥതലങ്ങളാണ്. ആത്മീയ അർത്ഥതലങ്ങൾ അതിന്റെ പറഞ്ഞ പോലെ ഒരു ഗുണം ഇങ്ങനെയും കിട്ടുന്നുണ്ട് എന്നുള്ളതിൽ കവിഞ്ഞു മാറുന്നില്ല. ഒരു ഗുണമുണ്ട് എന്നുള്ളതിൽ കവിഞ്ഞ ലക്ഷ്യവുമല്ല. മാത്രമല്ല അത് ഒരുപക്ഷെ അള്ളാഹു ഒരുപക്ഷെ അതിൽ ആ ഹിക്മത്ത് മനുഷ്യന്റെ സൃഷ്ടിപ്പിലുണ്ടായിരിക്കാം. പക്ഷെ നമ്മളത് ലക്ഷ്യമാക്കി ചെയ്യാൻ പാടില്ല. പറഞ്ഞു വന്നത്, ഹജ്ജിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ആത്മീയ ഏകതല അർത്ഥം പറയാൻ നമുക്ക് പ്രയാസമുണ്ടാകും. കാരണം എന്താ വെച്ചാൽ ഹജ്ജ് എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൽ ഈ അർത്ഥങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന, ഈ അർത്ഥങ്ങളുടെ തലങ്ങളിലേക്കൊക്കെ അത് മനുഷ്യനെ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. വിശ്വാസമതങ്ങൾ പറയുകയാണ്. അതെ, മബ്റൂറായ ഹജ്ജിന്, സ്വീകാര്യോഗ്യമായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന അടിമത്വത്തിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണോ, ഗുണങ്ങൾ എന്തൊക്കെയാണോ, അതെല്ലാം ഹജ്ജ് കൊണ്ട് ലഭ്യമാകും, ഹജ്ജിൽ ലഭ്യമാകുന്നു. ഉദാഹരണമായിട്ട് വ്യക്തിപരമായി ആത്മീയത, ഭൗതികമായ പരിത്യാഗം, ധർമ്മം, ഏകത, സമൂഹത്തിന്റെ ഏകത,
മനസ്സിന്റെ ഏകാഗ്രത, ഇങ്ങനെ എല്ലാ രംഗങ്ങളിലേക്കും ഏകാഗ്രത എന്ന് പറഞ്ഞാൽ അലോൺനെസ് എന്ന് പറയുന്നത് നമ്മുടെ മാനസിക സ്വന്തം നമ്മുടെ ഏകാഗ്രത എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ്. കാരണം എന്താ വെച്ചാൽ ഇതൊരു യാത്രയാണ്. അവിടെ നഫ്സി ഞാൻ മാത്രമാണ്. അവനെ പോലെ പോവുകയാണ്, തീർത്ഥാടനത്തിന് പോവുകയാണ്. അവന് കൂടുതൽ ചിന്തിക്കാൻ വസ്ത്രങ്ങളുടെ നിറങ്ങളില്ല, ഒരേ വേഷം, ഒരേ ചിന്ത, ഒരേ ധ്വനി, ഒന്നും വേറിട്ടില്ല. വേറിട്ടുണ്ടാവുമ്പോഴാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടി വരുന്നത്. നിങ്ങളെ വീടും രണ്ടും വേറിട്ടതായതുകൊണ്ട്, നിങ്ങൾക്കും എന്റേതും ആയതുകൊണ്ട് ഞാൻ എന്റേതിനെ പറ്റി നിങ്ങളതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലുള്ള ഒരു മെന്റാലിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായി ലബ്ബൈക അല്ലാഹ്, ആ അടിമ ഇറങ്ങുമ്പോ പറയുന്നത് എല്ലാം ഒഴിവാക്കി നിനക്ക് വേണ്ടി നിന്റെ കാരുണ്യത്തിലേക്ക്, നിന്റെ കേന്ദ്ര കാര്യാലയത്തിലേക്ക് ഞാൻ വരികയാണ്, എല്ലാം ഒഴിവാക്കിയാണ് നിന്റെ കേന്ദ്ര കാര്യാലയത്തിലേക്ക്, നിന്റെ വീട്ടിലേക്ക് ഞാൻ വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോ അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ഏകാഗ്രത രൂപപ്പെടും. ഒരു കാര്യം, ഹജ്ജിന് പോകുമ്പോ ആളുകൾ സാധാരണ പറയാറുണ്ട്, അതിന്റെ കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയില്ല, അതുകൊണ്ട് ഒരു സംശയം ദൂരീകരിക്കുക. ഇടയ്ക്കൊരു ചോദ്യം ചോദിക്കാണ്. സാധാരണ ഏത് യാത്ര പോകുമ്പോഴും ഞാൻ പോകട്ടെ എന്ന് പറയാറില്ല, പോയി വരട്ടെ എന്ന് പറയും. പക്ഷെ ഹജ്ജിന് പോകുമ്പോൾ ഞാൻ പോകട്ടെ എന്നാണ് പറയുന്നത്. അങ്ങനെ പറയാറുണ്ട്. അതിന് എന്താ എത്ര കാര്യമുണ്ടെന്നുള്ള അറിയില്ല. നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നാട്ടിന് പുറത്തെ ഒരു, പക്ഷെ അതിന് ചില കാര്യങ്ങളിലൊക്കെ ഒരു അത് ഒരു ശരിയായ ഒരർത്ഥം ദ്യോതിപ്പിക്കുന്നുണ്ട്. ഞാൻ പോയി വരട്ടെ എന്ന് പറയുന്നത് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ സന്നദ്ധമാണ്. പണ്ടുകാലത്ത് ഹജ്ജിന് പോകുന്ന ആൾക്കാർക്ക് ബാങ്കും ഇക്കാമത്തൊക്കെ ബാങ്കൊക്കെ കൊടുത്തുകൊണ്ട് പറഞ്ഞേക്കുന്ന സമ്പ്രദായങ്ങൾ പോലും അവരുടെ പെട്ടിയിൽ ഉണ്ടാക്കാറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല അക്കാലത്തെ സുരക്ഷ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സുരക്ഷ പോലെയല്ല. അന്ന് ഒരു ഏകീകൃത ഭരണകൂടം ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം നമുക്ക് അറിയാവുന്നതാണ്, ഗൾഫ് നാടുകളുടെയൊക്കെ പ്രത്യേകത അത് സിറ്റീസ് ആണ്, ഗ്രൂപ്പ് ഓഫ് സിറ്റീസ് എന്നാ പറയാം. ഒരു സിറ്റി വിട്ടാൽ പിന്നെ അടുത്ത സിറ്റിയിൽ എത്തുമ്പോഴേ വിജനമായ സ്ഥലങ്ങളായിരിക്കും. ഗവൺമെന്റിന്റെ ഇടപെടലുകൾക്കോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കോ മറ്റോ ഒന്നും വേണ്ട വിധത്തിൽ എത്തിപ്പെടാൻ കഴിയാത്ത മേഖലയാണ്. പക്ഷെ ഇപ്പോഴൊക്കെ ഈ സാറ്റലൈറ്റ് ഒക്കെ വന്നതോടുകൂടെ ഒക്കെ പുരോഗതിപ്പെട്ടു എങ്കിൽ പോലും കുറച്ചു കാലം മുമ്പ് അങ്ങനെയായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇടത്താവളങ്ങളിൽ വഴികവർച്ചക്കാർ സാധാരണയായിരുന്നു എന്നാണ്. പിന്നെ വേറൊന്ന്, അറേബ്യയിൽ ഈന്തപ്പഴമല്ലാതെ മറ്റൊരു വരുമാനവും ഉണ്ടായിരുന്നില്ല അക്കാലത്ത്. കാരണം എണ്ണയൊക്കെ വളരെ റീസെന്റ് ആയിട്ട് മാത്രം കണ്ടുപിടിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ സാമ്പത്തിക അഭിവൃദ്ധി ഒന്നും ഇല്ലാത്ത കാലത്താണ് ഈ പറഞ്ഞ ഈ വഴിയുടെ തടസ്സവും വഴിയുടെ പ്രയാസം വളരെ തുടങ്ങിയതൊക്കെ ഉണ്ടായത്. നമ്മൾ പലപ്പോഴും ഹിജാസ് റെയിൽവേയെ പറ്റി പറയാറുണ്ടല്ലോ. ഈ ഹിജാസ് റെയിൽവേ അത് ഓട്ടോമൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ ചക്രവർത്തിയാണ് ഉസ്മാനിയ ഖിലാഫത്തിന്റെ ഏറ്റവും അവസാന കാലത്തുണ്ടായത്. ഈ ഹിജാസ് റെയിൽവേ ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഷാം നാടുകളിൽ നിന്ന് ഹജ്ജിന് വരുന്ന ആൾക്കാര്, സിറിയ, ജോർഡാൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാര് മദീനയിലെത്തുമ്പോഴേക്ക് ഒന്നുകിൽ അവർ മരിച്ചിട്ടുണ്ടാവും. കാരണം ദീർഘമായ മരുഭൂമി, അവർക്കോ അവരുടെ വാഹനങ്ങൾക്കോ ആവശ്യമായ വെള്ളം സ്റ്റോർ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. സൂര്യതാപം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, ദാഹമുണ്ടാകും, വിശപ്പുണ്ടാവും, മരിച്ചിട്ടുണ്ടാവും. ഇനി അഥവാ ആരെങ്കിലും അതിനൊക്കെ അതിജീവിക്കാനുള്ള മുന്നൊരുക്കവുമായി പോരുകയാണെങ്കിൽ അവരിൽ പലരെയും വഴികവർച്ചക്കാർ കൈകാര്യം ചെയ്തിട്ടുണ്ടാവും. ഇത് നിരന്തരം ഒരു ശല്യമായതുകൊണ്ടായിരുന്നു അന്ന് ഓട്ടോമൻ ഗവൺമെന്റ്, ഉസ്മാനിയ ഗവൺമെന്റ് ഹിജാസ് റെയിൽവേക്ക് തന്നെ രൂപം നൽകിയെന്നാണ് നമ്മൾ ചരിത്രത്തിൽ പലപ്പോഴും വായിച്ചിട്ടുള്ളത്. അത് വേറൊരു വിഷയം. അതിലേക്ക് പോയാൽ നമുക്ക് എവിടെയും നമ്മുടെ ഹജ്ജിന്റെ ആത്മീയ അർത്ഥതലത്തെ കുറിച്ചാണ് പറഞ്ഞത്, മറ്റ് ആരാധനകളിൽ നിന്ന് വ്യത്യസ്തമായി. ഇതിലിപ്പോ ഒന്നാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ ഹജ്ജും ഉംറയും പൂർത്തിയാക്കുക. അപ്പൊ അല്ലാഹുവിന് വേണ്ടി, അപ്പൊ നിഷ്കളങ്കതയുടെ ആത്മാർത്ഥതയുടെ ഒരു പാരമ്യം ഹജ്ജിന്റെ മുമ്പിലുണ്ട്. ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്, അല്ലാഹു പറയാണ്. അതായത് ഹജ്ജ് അശ്റും മാലൂമാത്താണ്. ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ റഫസ് പാടില്ല, ഫുസൂഖ് പാടില്ല, ജിദാൽ പാടില്ല, തർക്ക വിതർക്കങ്ങൾ പാടില്ല, ലൈംഗികമോ ലൈംഗികേതരവുമായ അസഭ്യങ്ങളൊന്നും പാടില്ല എന്ന് പറയാണ്. അപ്പൊ അതിലെന്തുണ്ട്? പരമമായ ഒരു സ്വഭാവ സംസ്കരണത്തിന്റെ ഭാഗയിലുണ്ട്.
അതെ. ഹാജിയെ നിയന്ത്രിച്ചു നിർത്തുകയാണ് ഹജ്ജ്. അവരുടെ വികാരങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ തവക്കുലാക്കാനുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വതസവ്വദു, നിങ്ങൾ ഭക്ഷണം കരുതുക, പാഥേയം കരുതുക, ഫഇന്ന ഖൈറ സാദി തഖ്വ. വളരെ നല്ലൊരു പ്രയോഗമാണത്. പാഥേയം, പഴിച്ചോറ് വഴിയിൽ കൊണ്ടുപോകുന്നില്ലേ, പാഥേയം എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു പ്രയോഗമാണ്. ഫഇന്ന ഖൈറ സാദി തഖ്വ, ഏറ്റവും നല്ല പാഥേയം തഖ്വയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പം ഇതിൽ നിന്ന് അത് തവക്കുലിന്റെ അർത്ഥത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഒന്നാമത്തേത് ഇഖ്ലാസിലേക്ക് കൊണ്ടുപോകുന്നു. ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ് എന്നുള്ളത് മനുഷ്യന്റെ സ്വഭാവ സംസ്കരണത്തിലേക്ക് ഹജ്ജിനെ കൊണ്ടുപോകുന്നു. വതസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്വ എന്നുള്ളത് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാനുള്ള ഒരു മനസ്ഥിതിയിലേക്ക് കൊണ്ടുപോകുന്നു. മാത്രമല്ല ഇതുകൊണ്ട് തന്നെയാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് നിർബന്ധമാക്കിക്കൊണ്ട് ഉള്ള കാര്യം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലൂടെ ലോകത്തെ വിളിച്ചറിയിച്ചപ്പോൾ പറഞ്ഞത് ലിയഷ്ഹദു മനാഫിഅ ലഹും. മനാഫിഅ എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. മനാഫിഅ, അവരുടെ പ്രയോജനങ്ങൾ. സത്യവിശ്വാസി എന്ന നിലക്കും ഒരു മനുഷ്യൻ എന്ന നിലക്കും അവർക്ക് ആവശ്യമായ പ്രയോജനങ്ങൾക്ക് സാക്ഷികളാകാൻ വേണ്ടിയിട്ടാണ് അവരോട് ഹജ്ജിന് വരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ ഒരുപാട് അർത്ഥതലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, പിന്നെ അമ്പിയാക്കളുമായുള്ള ബന്ധം. നമ്മൾ ഹജ്ജിന്റെ ചരിത്രം പറയുന്നത് ഇബ്രാഹിം നബി ഇസ്മായിൽ. നമ്മുടെ ആ വിഷയത്തിൽ നിന്ന് വ്യതിചരിച്ച് പോകുന്നതിന് മുമ്പ് സാറിനോട് ചെറിയ കാര്യം കൂടി ചോദിക്കട്ടെ. ഹജിമാർക്ക് പ്രത്യേകമായ ചില നിർദ്ദേശങ്ങൾ അള്ളാഹു ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി എന്ന് ഉസ്താദ് പറഞ്ഞു. അതിൽ വലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാൽ, അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടല്ലോ. അപ്പൊ അതിൽ ജിദാല് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് തർക്ക വിതർക്കങ്ങൾ, പരസ്പരം സാധാരണ കാലങ്ങളിൽ തർക്കം ആകാം എന്നല്ല, എന്നാൽ പോലും അത്രയേറെ നമ്മൾ വലിയൊരു അപകടമായി കാണാത്തൊരു കാര്യമാണ് ചെറിയ കാര്യങ്ങൾക്കൊക്കെ പരസ്പരം. ഇത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന്റെ ഒരു അഭിപ്രായം അറിയുകയാണ്. അതിൽ ഹജ്ജിൽ പല സംസ്കാരമുള്ള ആളുകൾ, പല ഭാഷയിലും പല ദേശത്തു നിന്നുള്ള ആളുകളൊക്കെ ഒത്തുചേരുമ്പോൾ സ്വാഭാവികമായിട്ടും തർക്ക വിതർക്കങ്ങൾക്കൊക്കെ സ്വാഭാവികമായിട്ടും അതിലൊക്കെ അവസരം ഉണ്ടാകാം. ധാരാളം അങ്ങനെ ഉണ്ടാകാറുണ്ട്. ഹാജിമാരൊക്കെ നന്നായിട്ട് വന്നവർ തെറ്റിപ്പോവാന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ അതിന്റെ ഒരു അതിൽ വരുന്നുണ്ടോ? നമ്മൾ പറഞ്ഞല്ലോ, ഹജ്ജ് കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന, ഇസ്ലാം ഉദ്ദേശിക്കുന്ന ആത്മീയ അർത്ഥതലത്തിലേക്ക് അത്തരക്കാർ എത്തുന്നില്ല. അവിടെ തർക്കങ്ങളും വലാ ജിദാല എന്നവർ, വലാ ജിദാല, അതായത് നെക്കിറയെ നഫി ചെയ്താൽ അത് അറബിക് ഗ്രാമർ പഠിച്ച ആൾക്കാർക്കറിയാം. വലാ ജിദാല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരു തരത്തിലുള്ള തർക്കവും പാടില്ല. ചെറുതാവട്ടെ വലുതാവട്ടെ, അത് പിന്നെ ഒരു കൊണ്ടാവേശലാവട്ടെ, നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം കണ്ടാൽ പോലും അതിൽ നിന്ന് വഴിതിരിഞ്ഞു പോവുക എന്നല്ല. അവിടെ ഇടപെട്ട് സന്തോഷകരമായി പറഞ്ഞുകൊണ്ട് നന്നാക്കാൻ പറ്റുന്ന നന്നാക്കാം. തർക്കിക്കാതെ ഒരാള് തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഓൻ ചെയ്തോട്ടെ, ഞാൻ ഹജ്ജിലാണ്, അങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദീനു അന്നസീഹായാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു തർക്കത്തിലേക്ക് പോകുന്നില്ലെങ്കിൽ സഹോദരൻ അങ്ങനെയല്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു നിയന്ത്രണം. ഞാൻ വിഷയത്തിൽ നിന്ന് പുറത്തു പോയിട്ട് ചെറിയൊരു ചോദ്യം ചോദിക്കുക. ഈ ഒരു നിയന്ത്രണം നോമ്പിനെ കുറിച്ച് കൊണ്ടുതന്നെ എനിക്ക് തോന്നുന്നു. നോമ്പില് ആരെങ്കിലും നിന്നോട് മോശമായി സംസാരിച്ചാൽ എന്നെ സായിമുൻ, ഞാൻ നോമ്പുകാരനാണെന്ന് പറയാം, അതുപോലുള്ള ഒരു സമീപനം തന്നെയാണെന്ന് തോന്നുന്നല്ലേ? കാരണം ഈ നോമ്പായാലും ഹജ്ജായാലും ഈ ആരാധനകളിൽ മനുഷ്യൻ അവന്റെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ വാതിൽ പടിക്കൽ തലവെക്കുകയാണ്. അതാണ് പരമമായ അഖ്സാ ഗായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ. ഇബാദത്ത് എന്ന് പറയുന്നതിന്റെ നിർവചനം പണ്ഡിതന്മാർ പഠിപ്പിച്ചതാണ്. അഖ്സാ ഗായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ, അതായത് പരമമായ വിനയം, ജമാഅത്തിന്റെ നിർവചനമാണ്. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ പിന്നെ ഈ ഹജ്ജിലുള്ള മറ്റു പിന്നെ അർത്ഥതലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് അമ്പിയാക്കളുമായുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മളൊരു പുതിയ സമൂഹമല്ല. ഈ ലോകം സൃഷ്ടിക്കപ്പെട്ട, അല്ലെങ്കിൽ ഈ ലോകത്തെ മനുഷ്യരെ സൃഷ്ടിച്ച അതേ സമയം മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർച്ചയായി ഈ ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഹിദായത്ത് ഉണ്ടല്ലോ. ഞാൻ ആ ഭാഗത്തേക്ക് ഞാൻ എന്റെ ഒരു ചോദ്യം വരാനിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അത് അവിടെ നമുക്ക് വിശദമായി നമുക്ക് പറയാൻ കഴിയും. ഇവിടെ പറയുന്നത് അമ്പിയാക്കളുമായുള്ളൊരു ബന്ധത്തെ ഓർമ്മപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റക്കല്ല, ഞാനും മുഹമ്മദ് നബിയും അള്ളാഹുവും മാത്രമല്ല, മറിച്ച് ഈ ലോകത്തിന് മുഴുവൻ അള്ളാഹു നൽകിയ ഗൈഡൻസിന്റെ ഒരു ഭാഗമായി ഞാൻ എന്റെ നബിയുടെ പിന്നാലെ ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ തന്നെ അവര് പുരുഷന്മാർ വെള്ള വസ്ത്രം ധരിക്കുന്നു. അതെന്തിനെ സൂചിപ്പിക്കുന്നത്? അത് ഒരു വിശുദ്ധിയുടേതാണ്. ഞാൻ വിശുദ്ധനാണ്. വസ്ത്രധാരിയാവുന്നത്
വിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ മീഖാത്ത് വളരെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. ഇൻഷാ അല്ലാഹ് പാഠങ്ങൾ നമുക്ക് ഈ പരിപാടിയിൽ പറയേണ്ടതുണ്ടെങ്കിൽ നമുക്ക് പറയാവുന്നതായിട്ടുണ്ട്. ഞാനിപ്പോ ഇതിന്റെ അർത്ഥതലങ്ങളാണ് പറയുന്നത്, ആത്മീയ അർത്ഥതലങ്ങൾ. അപ്പൊ മീഖാത്ത് എന്ന് പറയുന്നത് ഇന്ന സമയത്തെ ഹജ്ജ് ചെയ്യാവൂ, ഇന്ന സ്ഥലത്തുനിന്ന് ഇഹ്റാം ചെയ്യാവൂ എന്ന് പറയുമ്പോൾ ഒരു കൃത്യനിഷ്ഠതയ്ക്ക് സത്യവിശ്വാസി വിധേയനാവുകയാണ്. അതതിന്റെ ഒരു ആത്മീയ തലം തന്നെയാണ്. അതുപോലെ തന്നെ തൽബിയത്ത് ഏറ്റവും ശ്രേഷ്ഠമായതാണ്. ഷാഫി മദ്ഹബ് അപ്പം ഷാഫി മദ്ഹബിൽ അത് ശക്തമായ സുന്നത്തുകളിൽപ്പെട്ടതാണ്. പക്ഷെങ്കിലും ചില മദ്ഹബുകളിലൊക്കെ തൽബിയത്ത് വാജിബാണ്. അതെ, കാരണം എന്താ, ഹജ്ജിന്റെ ഏറ്റവും വലിയ സന്ദേശമാണ് ഓരോ ഹാജിയും മുഴക്കുന്ന തൽബിയത്ത് എന്ന് പറയുന്നത്. അത് അവൻ പ്രഖ്യാപിക്കുകയാണ്, എനിക്കൊന്നും വേണ്ട, ഈ നിറഞ്ഞാടുന്ന ദുനിയാവ് എനിക്ക് വേണ്ട, ഈ നിറങ്ങളും മണങ്ങളും എനിക്ക് വേണ്ട, ഞാൻ നിനക്ക് വേണ്ടി വിധേയനായി വന്നിരിക്കുകയാണ്, നിന്നിലേക്ക് വന്നിരിക്കുകയാണ് എന്ന ആ പ്രഖ്യാപനം അതൊരു മാനസികമായ ആത്മീയമായ അർത്ഥതലമാണ്. അതോടൊപ്പം തന്നെ അറഫയിലെത്തുമ്പോൾ അറഫ സത്യവിശ്വാസികളെ ഹാജിമാരെ ഓർമ്മിപ്പിക്കുന്നത് മഹ്ശറയാണ്, പാരത്രിക ലോകത്തെ ഒന്നിച്ചു കൂടാനുള്ള മഹ്ശറ എന്ന് പറയുന്ന. അതുപോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഒരു ഏകത ഉണ്ടായിത്തീരുന്നു. ഒരു ഏകത നമ്മൾ നേരത്തെ പറഞ്ഞു, സമുദായത്തിന്റെ ഒരു ഏകത, അത് വളരെ പ്രധാനമാണ്. അതിന് പ്രാധാന്യമുള്ള സാഹചര്യങ്ങൾ ലോകത്ത് സംജാതമായിക്കൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇപ്പോൾ റീസെന്റ് കോൺട്രവേഴ്സികൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഉദാഹരണം നമ്മൾ ഈ വൃത്തികെട്ട ഫിലിമിനെ സംബന്ധിച്ച് ഇതിനെപ്പറ്റി ലോകത്തെമ്പാടും വലിയ വിപ്ലവങ്ങൾ നടന്നുകൊണ്ട് വലിയ സമരങ്ങൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല പ്രചരണങ്ങളും നടക്കുന്നുണ്ട്, മീഡിയയിലും പലതും നടക്കുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യം പ്രവാചക തിരുമേനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു ഈ ചിത്രത്തെ സംബന്ധിച്ച് ഇത്തരമൊരു സാഹചര്യത്തിൽ മുസ്ലിമീങ്ങൾ ഇവിടെ കൂടിയിട്ട് സൗദി അറേബ്യ പോലുള്ള നാടല്ല എങ്കിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ ഒരു യൂണിറ്റ് ഉണ്ടാക്കി തീർക്കാനും ഒരു വലിയ പ്രതിഷേധമായി ലോകത്തിന്റെ മുമ്പിൽ കൊടുങ്കാറ്റായി വരാനുള്ള ശ്രമം വ്യാഖ്യാനിക്കപ്പെടുമായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ റെയിൽവേ ഉണ്ടല്ലോ, അതിന് ചരിത്രം ശരിക്കും എല്ലാവരും പഠിക്കേണ്ടതാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ യൂറോപ്യന്മാർക്ക് ഒരു സംശയം വന്നു. എന്താ സംശയം വന്നെന്നറിയാം? മുസ്ലിമീങ്ങൾ അവരുടെ ഒരു യൂണിറ്റിക്ക് വേണ്ടിയിട്ട് മുസ്ലിമീങ്ങൾ അവരുടെ പുണ്യഭൂമികളിൽ കേന്ദ്രീകരിക്കുകയാണോ എന്നൊരു തോന്നൽ വന്നു. അങ്ങനെയാണ് ബ്രിട്ടീഷുകാരനായ ഹസൻ ഷരീഫിന്റെ നേതൃത്വത്തിൽ ആ പാളം തകർത്തുകൊണ്ട് ആ റെയിൽവേ തകർക്കുകയുണ്ടായത് എന്ന് പറഞ്ഞ പോലെ തന്നെ മുസ്ലിങ്ങളുടെ ഏകത. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തേതിനേക്കാൾ മോശമായിരിക്കും നാളെ, നാളത്തേതിനേക്കാൾ മോശമായിരിക്കും മറ്റന്നാൾ. കാലം കഴിയുമ്പോൾ ഹജ്ജിന് മുസ്ലിമീങ്ങൾ 30 ലക്ഷം മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടാന്നൊക്കെ പറയുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ സംഭവമായിരിക്കും അത്. മാത്രമല്ല ആ സംഗമത്തെ അന്ന് അറഫായിൽ വെച്ചുകൊണ്ട് ഗ്രാൻഡ് മുഫ്തി ചെയ്യുന്ന പ്രസംഗത്തെ, പ്രഖ്യാപനത്തെ ഒക്കെ ലോകം വികാരത്തോടുകൂടെയോ അല്ലെങ്കിൽ ഭയത്തോടുകൂടിയോ നോക്കിക്കാണുന്ന ഒരു സാഹചര്യം തീർച്ചയായും വന്നുകൂടായില്ല. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു കൗമിന്റെ ഏകത എന്ന് പറയുന്ന ഒരു അർത്ഥതലം തീർച്ചയായും ഇതിലേക്ക് വരുന്നുണ്ട്. മാത്രമല്ല അത് ശത്രുവിനെ താക്കിയത് കൂടിയാണ്. ചെറിയ നിലക്കൊരു താക്കീത് വേണമെന്നുണ്ടെങ്കിൽ മതം എന്ന വികാരത്തിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിക്കുന്നവരാണ്, ഞങ്ങളെ മതം എന്ന വികാരമാണ് സൗദി അറേബ്യയിലെ മശായറുകളിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് എന്ന സന്ദേശം കൊടുക്കാൻ കൂടെ അതിന്റെ ഒരു സൈഡായിട്ട് നമുക്ക് ആ ഒരു അർത്ഥം കൂടെ നമുക്ക് പാസ്സാക്കാൻ കഴിയും, നമുക്ക് കണ്ടെത്താൻ പറ്റും. മാത്രമല്ല പിന്നെ അതോടൊപ്പം തന്നെ സാഹോദര്യം. ഇസ്ലാമിക സമൂഹത്തിന്റെ ഒന്നാമത്തെ ക്വാളിറ്റിയാണ് സാഹോദര്യം എന്ന് പറയുന്നത്. ആ സാഹോദര്യത്തിന്റെ ഏറ്റവും വലിയ, ഞാൻ എൻ്റെ ആഫ്രിക്കക്കാരനായ സുഹൃത്തിനെ കാണുകയാണ്. അവിടെ വെച്ച് അവനും ഞാനും ഒരേ വേഷത്തിൽ നിൽക്കുമ്പോൾ, അവനും ഞാനും ഒരേ തൽബിയത്തിൽ ഉച്ചരിക്കുമ്പോൾ, അവനും ഞാനും ഒരേ അറഫായിൽ, ഒരേ മുസ്ദലിഫയിൽ, ഒരേ മീനായിൽ, ഒരേ ഹൈമയിൽ നിൽക്കുമ്പോൾ എനിക്ക് എത്രയെത്ര സുഹൃത്തുക്കളാണ്, എനിക്ക് എത്രയെത്ര സഹോദരങ്ങളാണ് എന്നൊരു അഭിമാനം, അവരോടൊക്കെ ഒരു വല്ലാത്ത ഒരു മാനസികമായ സ്നേഹബന്ധം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിത്തീരുകയാണ്. ഇങ്ങനെ ആളുകൾ തമ്മിലുള്ള വലിപ്പച്ചെറുപ്പം, അതുപോലെ ആ ഭാഷ, ദേശ, വൈജാത്യം ഒക്കെ ഇല്ലാതാവുകയാണ്. എല്ലാം അലിഞ്ഞു ചേർന്ന് ഒരൊറ്റ ചിന്ത, ഒരേ ചിന്ത, ഒരേ ഒരു എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ളൊരു മിംഗ്ലിംഗ് ഇപ്പം നടക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതാണ് അതിന്റെ യഥാർത്ഥ ഹജ്ജ് അത്തരത്തിലുള്ളൊരു സന്ദേശം നൽകുന്നുണ്ട്. ഒരു പരിധിവരെ തന്നെയാണ് മതത്തിന്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഈ ആൾക്കാരൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നത്. 30 ലക്ഷം ആൾക്കാർ മതം വിചാരിച്ചാൽ
മതം കൽപ്പിച്ചാൽ, മതം താല്പര്യപ്പെട്ടാൽ, ഒരു സാഹചര്യം വന്നാൽ ലോകത്തെ എല്ലാ ആളും ഒന്നായിരിക്കും എന്നൊരു സന്ദേശം തീർച്ചയായിട്ടും കൊടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ ആൾക്കൂട്ടം എന്ന് പറയുന്നത്, നമ്മൾ ഈ ആൾക്കൂട്ടം എന്ന് പറയുന്നത് ശത്രുവിന്റെ മുമ്പിൽ മേനിയടിക്കാനുള്ളതല്ല. പ്രഥമമായി നമുക്ക് നമ്മുടെ ആൾക്കൂട്ടങ്ങളൊക്കെ എന്തിനുള്ളതെന്നറിയോ? നമ്മളിപ്പോ ഒരു നാട്ടിൽ ജുമാ നടത്തുന്നു, ആഴ്ചയിലൊരിക്കൽ ജുമാ നടത്തുന്നു, അത് അവിടെ നമ്മളുടെ ശക്തി കാണിക്കാനോ അംഗബലം കാണിക്കാനോ അല്ല, മറിച്ച് എന്തിനു വേണ്ടിയാണ്? ഒന്നാമതായി ഒരുമിച്ച് കൂടിയിരുന്നു കൊണ്ട് ദുആ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ അറഫായിലും മക്കായിലും മശായിറുകളിലും മീനായിലും എല്ലാം ഒരുമിച്ച് കൂടുന്ന ലക്ഷോപലക്ഷക്കണക്കിന് തീർത്ഥാടകർ എല്ലാവരും അവരുടെ ആവശ്യങ്ങൾ അള്ളാഹുലേക്ക് പറയുമ്പോൾ അള്ളാഹു ആകാശ മേലാപ്പിലിരുന്നു കൊണ്ട് ആ ആവശ്യങ്ങളെല്ലാം കേൾക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യും. അപ്പം ഈ ആൾക്കൂട്ടം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സംഘടിത ശക്തി കാണിക്കാനല്ല, നമുക്ക് ആരെയും വരട്ടാനല്ല, അത് അതിന്റെ ഒരു ഉപോത്ബലകമായിട്ട് ഉണ്ടാകുന്നു എന്ന് മാത്രം. ഏറ്റവും പ്രധാനമായി നമുക്കത് ദുആ ചെയ്യാനുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള, അതുകൊണ്ട് തന്നെയാണ് ഹജ്ജ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആത്മീയ തലങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പൂർത്തിയാകുന്നതോടുകൂടെ ഒരു മനുഷ്യൻ വിശുദ്ധനായിത്തീരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, ഹജ്ജു യഹ്ദിമു മാ കാന ഖബ്ലഹു, മുമ്പുള്ളതിനെ എല്ലാം പൊളിച്ചു കളയും ഹജ്ജ്. മാത്രമല്ല ഒരാൾ ശരിയായ ഹജ്ജ് ചെയ്താൽ ഞാനത് പറയാൻ പോവുകയായിരുന്നു, നവജാത ശിശുവിന്റെ സംശുദ്ധിയിലേക്ക് അവൻ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ വിശാലമായ ഒരു അർത്ഥതലമാണ്. അതിൽ ധർമ്മമുണ്ട്, അതിൽ കർമ്മമുണ്ട്, അതിൽ മർമ്മമുണ്ട്, എല്ലാം ഒരേപോലെ ഒരുമിച്ച് കൂടുന്ന ഒരു ആരാധനയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരം ആരാധന അത് ജീവിതത്തിലൊക്കെ ചെയ്താൽ മതി. വിശദമായി നമുക്ക് ആ ഭാഗത്തേക്ക് പോകാൻ ഇരിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് ഒരുപക്ഷെ പ്രേക്ഷകർ അറഫയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അവർ മാനസികമായി അറിയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് വിശാലമായിട്ട് സംസാരിക്കാനുണ്ട്. പക്ഷെ അതിനിടക്ക് അറഫയെ കുറിച്ച് പറയുമ്പോൾ അറഫ എന്ന പദം തന്നെ നമ്മുടെ ആദി പിതാവും നമ്മുടെ മാതാമഹി ഹവ്വ ബീവിയും, ആദം നബി അലൈഹി സ്വലാം ഹവ്വ ബീവിയും തമ്മിൽ ഒന്നിച്ച് കണ്ട സ്ഥലമാണ് എന്നുള്ള ഒരു ചരിത്ര പശ്ചാത്തലം, അതുപോലെ തന്നെ മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ജീവചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ആ ഹജ്ജത്തുൽ വദായിലെ പ്രഭാഷണം, ആ പ്രഖ്യാപനം നടത്തിയിട്ടുള്ള സ്ഥലമാണ് എന്നൊക്കെ ആ ഒരു രീതിയിൽ വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. പക്ഷേ പ്രേക്ഷകർ ഒരു പക്ഷേ താല്പര്യപ്പെടുന്നുണ്ടാകും. കണ്ടുമുട്ടിയത് അറഫായിൽ വെച്ചാണ് എന്ന് വളരെ പ്രാമാണികമായ ചരിത്ര ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ഉപോത്ബലകമായി അവരെന്ത് തെളിവുകളാണ് ഉദ്ധരിക്കുന്നത് എന്ന് നമുക്കറിയാൻ കഴിയില്ല. എന്തായിരുന്നാലും അത് അത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അവിടെ വെച്ച് ആദം ഹവ്വായെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് അറഫ എന്ന് പറയാനുള്ള കാരണം എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് പിശാചിൽ നിന്നാണോ എന്ന് സംശയിച്ചു. അത് അള്ളാഹുവിൽ നിന്ന് തന്നെയാണ് എന്ന് ഉറപ്പിച്ച ദിവസമാണ് ദുൽഹജ്ജ് 9. അതുകൊണ്ട് അറഫ എന്ന് പറഞ്ഞു. അങ്ങനെയും പറയാറുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ട എന്റെ ഒരു പ്രത്യേക ചോദ്യം തന്നെ ഉണ്ട്. ഞാൻ അതുകൊണ്ട് അത് മാറ്റിവെച്ചത്. പിന്നെ ഈ ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അത് പ്രസംഗം പിന്നീട് നമുക്ക് അതിന്റെ സമയത്ത് നമുക്ക് പറയാൻ കഴിയും. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷമുണ്ട്. ഹജ്ജിന്റെ ആത്മീയ അർത്ഥതലങ്ങളെ കുറിച്ച് ഇത്ര വളരെ വിശദമായി നമ്മൾ കേട്ടു. പ്രേക്ഷകർ ഒരു പക്ഷേ ആഗ്രഹിക്കുന്ന ധാരാളം കാര്യങ്ങൾ അതിനപ്പുറത്ത് ഒരുപാട് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുമെന്ന് തോന്നുന്നു. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഹജ്ജ് ഓർമ്മപ്പെടുത്തുന്ന മറ്റു ചില കാര്യങ്ങളില്ലേ? ഹജ്ജ് ഓർമ്മപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന അതിന്റെ 1-2 വിഷയങ്ങൾ ഞാൻ ചോദ്യമായതുകൊണ്ട് അത്ര കൂടുതൽ എനിക്ക് പറയാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം എന്നതിനപ്പുറം ഞാൻ ആ വാക്കുകൾക്കാണ് ഞാൻ ഹജ്ജ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിനാണ് ഏറ്റവും പ്രധാനമായി ഞാൻ അതിൽ അർത്ഥമാക്കുന്ന ഒന്ന്. ലോകത്തെ ആദ്യത്തെ മനുഷ്യൻ ആദം നബി അലൈഹി സ്വലാം, നമ്മുടെ പൂർവ്വ പിതാവ് ആദം നബി അലൈഹി സ്വലാം മുതൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, നബിമാരാകട്ടെ മുർസലീങ്ങളാവട്ടെ, ലക്ഷോപലക്ഷം പ്രവാചകന്മാർ ഈ ദുനിയാവിലേക്ക്, ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക്, പല കാലഘട്ടങ്ങളിലായി, പല സമൂഹങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടു. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ നിയോഗം. എന്നാൽ അതിനുശേഷമാണ് മുസ്ലിം എന്ന പ്രയോഗം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് ആദ്യമായി അസ്ലംതു എന്ന ആ ഒരു, ഞാൻ അതിന്റെ കൃത്യമായ വാക്കുകൾ ഓർക്കുന്നില്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൽ നിന്നാണ്
ആ ഒരു പേര് മുസ്ലിം ഉമ്മത്തിന്, മുസ്ലിം സമൂഹത്തിന് അള്ളാഹു നൽകിയിട്ടുള്ളത് എന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാമൻ തങ്ങളുടെ ത്യാഗോജ്വലമായ ജീവിതത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാളെന്നും ഈ ഹജ്ജിന്റെ മുഖ്യ കർമ്മങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാം തങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ആണ് എന്നും പല വായനകളിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. ഇതിന്റെ ഒരു കൂടുതൽ ഹജ്ജ് ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങൾ, മറ്റ് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഹജ്ജ് ഓർമ്മപ്പെടുത്തുന്ന സത്യത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയുമാണ് എന്ന് പറയാം. പിന്നെ ഹജ്ജിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഇബ്രാഹിം നബിയിൽ നിന്നാണ് അലൈഹിസ്സലാം. പക്ഷേ കഅബാലയം എന്ന് പറയുന്നത് അത് അതിന് മുമ്പേ ഉള്ളതാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത. അതുകൊണ്ട് പരിശുദ്ധ കഅബാലയമാണ് അള്ളാഹുവിനെ ആരാധിക്കുവാൻ ആദ്യമായി ഉണ്ടാക്കപ്പെട്ട ഭവനം എന്ന് പറയുന്നത് പരിശുദ്ധ കഅബാലയമാണ്. അപ്പോൾ ആദം നബി അലൈഹി സ്വലാം തുടങ്ങിയ പ്രവാചകന്മാർ, ഇബ്രാഹിം നബിക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരൊക്കെ തന്നെയും കഅബാലയത്തിൽ വന്നിട്ടുണ്ട് എന്നും കഅബാലയത്തിനെ തവാഫ് ചെയ്തിട്ടുണ്ട് എന്നും ചരിത്രങ്ങൾ നമുക്ക് വ്യാപകമായി കാണാൻ കഴിയും. അതങ്ങനെ വരുന്നതാണ്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാലമായപ്പോഴേക്കും ഈ പ്രദേശത്ത് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്തുണ്ടായ ജലപ്രളയത്തെ തുടർന്ന് കഅബാലയത്തിന്റെ അതിരടയാളങ്ങളൊക്കെ നഷ്ടപ്പെട്ട ഒരു സമയമായിരുന്നു. ഈ പ്രളയം എന്ന് പറയുന്നത് ഇത് ലോകവ്യാപകമായി ഉണ്ടായി എന്നാണ് വിശ്വസിക്കാൻ തരമുള്ളത്. ലോകത്ത് മുഴുവൻ, ലോകത്തെന്ന് പറഞ്ഞാൽ മനുഷ്യൻ അധിവസിക്കുന്ന പ്രദേശങ്ങൾ മുഴുവനും. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലൊന്നും ഒരുപാട് ഭൂഖണ്ഡങ്ങളോ ഇന്നത്തേതുപോലുള്ള ജനസാന്ദ്രതയോ ഒന്നും ലോകത്തില്ല. അന്ന് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ കേന്ദ്രം മെസപ്പൊട്ടേമിയായിരുന്നു, ഇറാഖിലായിരുന്നു. അപ്പം അവിടെ ഉണ്ടായ പ്രളയം അത് പരിശുദ്ധ മക്ക വരെ എത്തിയിട്ടുണ്ട്. അത് അതിന്റെ സമുദ്ര നിരപ്പിൽ നിന്നുള്ള ഉയരത്തിനനുസരിച്ച് വെള്ളം അവിടെയൊക്കെ എത്തിയിട്ടുണ്ടാവും. എന്തായാലും അതിനെ തുടർന്നാണ് ഈ കഅബത്തിന്റെ അടയാളം നഷ്ടപ്പെട്ടത്. മണ്ണ് വന്ന് മൂടിപ്പോയി. അപ്പം തിരിച്ചറിയാൻ കഴിയാതെ വന്നു. അങ്ങനെയൊക്കെ നിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ കുടുംബത്തെ അവിടെ കൊണ്ടുപോയി ആക്കുന്നത്. ഹാജിർ റളിയല്ലാഹു അൻഹയെ ഇടയ്ക്ക് ചെറുതായി ഒന്ന് ഇടപെടുന്നതിൽ ക്ഷമിക്കണം. സാധാരണ ഹജ്ജുമായി ബന്ധപ്പെട്ട ഇത്തരം ചരിത്ര പശ്ചാത്തലം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ മകനോടൊപ്പം വിശുദ്ധ കഅബ ഷരീഫിന്റെ ചുവരുകൾ ഉയർത്തിയ, അതല്ലെങ്കിൽ അതിന്റെ അങ്ങനെ ആ പ്രയോഗം കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, ഖുർആൻ വിശദീകരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് കഅബ ഷരീഫ് നിർമ്മിച്ചത് എന്ന രീതിയിലുള്ള ഒരു ചിന്ത. അപ്പൊ അതിന് മുമ്പായി തന്നെ കഅബ ഷരീഫ് ഉണ്ട് ലോകത്തിന്റെ. അതായത് ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം. അപ്പൊ ആദം നബി അലൈഹിസ്സലാമിന്റെ കാലം മുതലേ ഉണ്ടോ? കഅബ ഷരീഫ് എന്നതുകൊണ്ട് നമ്മൾ ഒരു കെട്ടിടം എന്ന സങ്കല്പം വരികയാണ്. അതുകൊണ്ടാണ് ആ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്വാഭാവികമാണ്. തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് എന്നല്ല, അതിന്റെ മുമ്പുണ്ടായിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പാർപ്പിട സംസ്കാരം ഉണ്ടായിരിക്കും. അന്നത്തെ കെട്ടിടം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇന്നത്തേതുപോലെ ബ്ലോക്കുകളും വലിയ വാർപ്പുകളും മറ്റുമൊക്കെയുള്ള കെട്ടിട സംസ്കാരമൊന്നും ആ കാലത്ത് ഒരിക്കലും വികാസം പ്രാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്ന് കാലത്ത് ചരിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പ്രത്യേക രൂപത്തിലുള്ള ഒരു കുന്നോ ഒരു തറയോ മാത്രമായിരുന്നു നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തൊക്കെ കഅബാലയം എന്ന് പറയുന്നത്. പിന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടമായപ്പോഴേക്കാണ് നാഗരികമായി മനുഷ്യൻ ഉയരുന്നത്. അതായത് കല്ലൊക്കെ അടുക്കി വെച്ചുകൊണ്ടുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള സംസ്കാരം വരുന്നത്. പാർപ്പിട സംസ്കാരം അത് നമ്മള് പിന്നെ നരവംശാസ്ത്രമാണ് അതിനു വേണ്ടി പഠിക്കുന്നത്. അത് ഇസ്ലാം പഠിക്കുമ്പോഴല്ല. അതിനു മുമ്പ് ഒരു മേൽക്കൂരയ്ക്ക് താഴെ താമസിക്കുക, അല്ലെങ്കിൽ ആ ഒരു വീട് എന്ന് പറഞ്ഞാൽ തന്നെ അതിനു മുമ്പ് ഇസ്ലാമിക ചരിത്രങ്ങളിൽ പറയപ്പെടുന്ന ഈ പ്രദേശങ്ങളൊക്കെ തന്നെ മരുഭൂമിയുടെ സ്വഭാവമുള്ളതായിരുന്നു. യൂഫ്രട്ടീസിന്റെയും നൈലിന്റെയും തീരത്തുള്ള ചില ഭാഗങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടങ്ങളിലൊക്കെ തന്നെയും നാടോടികളാണ്. അറബികളുടെ അടിസ്ഥാന സ്വഭാവം നാടോടികളായി ജീവിക്കുക എന്നുള്ളതാണ്. അത് കുറച്ചുകാലം ഇവിടെ നിൽക്കും, കുറച്ചുകാലം അപ്പുറത്ത് പോയിക്കും. അപ്പൊ അവർക്ക് സ്ഥിരമായ ഒരു ആവാസ കേന്ദ്രം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഉണ്ടാവണമെന്ന ചിന്തയും അവർക്കില്ല. അതിനുമാത്രം അവരുടെ നാഗരികത വളർന്നിട്ടില്ല. എനിക്കൊരു വീടില്ലെങ്കിൽ എങ്ങനെയാ ഞാനിങ്ങനെ നടന്നാൽ മതി. കുറച്ച് ദിവസം ഒരു സ്ഥലത്ത് താമസിക്കുന്നു, പിന്നെ കുറച്ച് വേറെ സ്ഥലത്ത് പോയി താമസിക്കുന്നു. അങ്ങനത്തെ ഒരു ആവാസ വ്യവസ്ഥയാണ് അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇബ്രാഹിം നബിയുടെ കാലമായപ്പോഴേക്ക് പിന്നെ
കല്ലുകൾ അടുക്കി വെച്ചുകൊണ്ടുള്ള ബിൽഡിംഗ് സംവിധാനങ്ങളൊക്കെ വന്നു. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇത് ബവ്വഇനാലി ഇബ്രാഹിമ മക്കാനൽ ബൈത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിൽ പറയുന്നുണ്ട്. അല്ല ഇത് ബവ്വഇനാലി ഇബ്രാഹിമ മക്കാനൽ ബൈത്ത് അല്ല തുശ്രിക ബി ഷൈഅൻ വതഹിറ ബൈതി ലിൽത്വാഇഫീന വൽഖായിമീന വറുക്കഈ സുജൂദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്റെ ഭവനത്തെ നിങ്ങൾ തീർത്ഥാടകർക്ക് വേണ്ടി സജ്ജമാക്കണം എന്ന് പറയുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഭവനം ഉണ്ടായിരുന്നു എന്നാണ്, സജ്ജമായിരുന്നില്ല. സജ്ജമാവാതിരിക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് പ്രളയമാണ്. അപ്പൊ ആ പ്രളയത്തെ തുടർന്ന് അതിന്റെ അതിരടയാളങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഒരു ഓർഡർ കൊടുത്തപ്പോൾ ഒപ്പം തന്നെ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ സ്ഥലം കാണിച്ചു കൊടുക്കാൻ വേണ്ടി, എവിടെയാണ് ശരിയായ കഅബാലയത്തിന്റെ തറ എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞയച്ചു എന്ന്. അല്ലെങ്കിൽ കഅബാലയത്തിന്റെ അതേപോലെ സ്ക്വയറിലുള്ള ഒരു മേഘത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി അടയാളം കാണിച്ചു കൊടുക്കും. എന്തായിരുന്നാലും അള്ളാഹുവിൽ നിന്ന്, അല്ലാതെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവിടെ ഇങ്ങനെ സ്ഥലമൊക്കെ നോക്കിയതിനു ശേഷം ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തതിനു ശേഷം അവിടെ സൗകര്യപ്രദമായ സ്ഥലത്ത് ഒരു കെട്ടുണ്ടാക്കുകയല്ല ചെയ്തത്, ഇത് ബവ്വഇനാലി ഇബ്രാഹിമ മക്കാനൽ ബൈത്തി എന്നാണ്. ബവ്വഇന എന്ന് പറഞ്ഞാൽ നാം തയ്യാറാക്കി കൊടുത്തപ്പോൾ എന്നാണ്. അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അത് ചെയ്യുന്നു. പിന്നെ അപ്പൊ ഉണ്ടാക്കുകയാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഇദ്രീസ് നബിയുടെ ഷീത്ത് നബിയുടെ ഒക്കെ കാലഘട്ടത്തിലാണ് ഇബ്രാഹിം നബി ജീവിച്ചിരുന്നതെങ്കിൽ ഇബ്രാഹിം നബി ചെയ്യുകയുണ്ടായിരുന്നത് അന്നത്തെ പോലെ ഒരു തറ മാത്രം ഉണ്ടാക്കുകയായിരിക്കും. പക്ഷെ ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിലെ മാനുഷിക നാഗരികത അതിനേക്കാൾ വളർന്നുകൊണ്ട് ഒരു കെട്ടിടത്തിന്റെ രൂപത്തിൽ അദ്ദേഹം ഉണ്ടാക്കി. ഒരു കല്ലിൽ കയറുന്ന മഖാം ഇബ്രാഹിമിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് കഅബ ഷരീഫ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച ആ കല്ലുകൾ തന്നെ ഇപ്പോഴും ആ കഅബ ഷരീഫിന്റെ കെട്ടിടത്തിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഒപ്പം ഇബ്രാഹിം നബി അലൈഹി സ്വലാം പാറക്കല്ലുകൾ കൊത്തിയെടുത്ത ആ പർവ്വതത്തിന് ജബൽ കഅബ എന്ന് അതിന്റെയൊക്കെ അത് ആ സ്ഥലം അത് മഅറൂഫാണ്. മക്കയിൽ നിന്ന് ഹറമിന്റെ അതിർത്തിയിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടുന്നാണ് കല്ലെടുത്ത് എന്നുള്ളത് ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉപയോഗിച്ച അതേ കല്ലുകൾ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാനുള്ള ന്യായങ്ങളൊന്നുമില്ല, അത്രേ പറയാൻ കഴിയുള്ളൂ. അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉപയോഗിച്ച കല്ലുകൾ തന്നെ ഉണ്ട് എന്ന് അത്ര പറയാൻ കഴിയില്ല. കാരണം പിൽക്കാലത്ത് പലപ്പോഴും കഅബാലയം മുഴുവൻ പുതുക്കിപ്പണിതിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമായ ഖുറൈശികൾ കഅബാലയത്തിന്റെ ചുമരുകൾ ഇബ്രാഹിം നബിയുടെ തറയിൽ നിന്ന് തന്നെ പടുത്തുയർത്തുകയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കഅബ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇബ്രാഹിം നിങ്ങൾ കഅബാലയം തയ്യാറായി കഴിഞ്ഞു, ഇനി തീർത്ഥാടനത്തിന് ലോക ജനതയെ വിളിക്കുക, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യതൂക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുകൊണ്ട് കൽപ്പിച്ചപ്പോൾ ലോകത്തെ മുഴുവനും ഹജ്ജിന് ക്ഷണിച്ചു. ആ ക്ഷണം കേട്ടുകൊണ്ടാണ് ഓരോ ഹാജിയും എത്തുന്നത്. ക്ഷണം കേൾക്കുക എന്ന് പറയുന്നത് അതിന്റെ തലമാണ്. അല്ലാതെ അതിനൊരു ശബ്ദമോ അല്ലെങ്കിൽ ഒരു ശബ്ദവീചികളോ ഉണ്ട് എന്ന് വിശ്വസിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. എന്തായിരുന്നാലും അങ്ങനത്തെ ഒരാൾക്കാണ് അതിന് തൗഫീക്ക് ലഭിക്കുന്നത്. ആ തൗഫീക്ക് കിട്ടിയവരെല്ലാം അവിടെ എത്തിപ്പെടുന്നു എന്നാണ്. ജനങ്ങളിലേക്ക് ഹജ്ജിന് വേണ്ടി ഈ ലോകത്തിന്റെ കേന്ദ്രമായി മാറാൻ പോകുന്ന, ലോകത്ത് ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഈ ഭവനം മുസ്ലിം ലോകത്തിന്റെ പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്താണ് ഇത് ഖിബ്ലയായി മാറുന്നതല്ലോ. അതിനു മുമ്പ് തന്നെ, വളരെ വർഷങ്ങൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു കൽപ്പിക്കുന്നു ജനങ്ങളോട് വിളിച്ചു പറയുക. അതെന്ന് പറഞ്ഞാൽ ശരിക്കും അതാണ് ആ ഒരു പ്രയോഗം തന്നെയല്ലേ, ജനങ്ങളോട് വിളിച്ചു പറയുക. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതൊരു ഒരു അലങ്കാരികമായ ഒരു ശൈലിയാണ്. അതല്ലെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അപ്പൊ തന്നെ അവിടെ നിന്ന് വിളിച്ചത്. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ വിളിച്ചു എന്നാണ്. വിളിച്ചു. ധാരാളം ചരിത്രങ്ങൾ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ബിദായ നിഹായിൽ വരെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ വെച്ച് അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, ഈ വിജനമായ സ്ഥലത്ത്, ആരുമില്ലാത്ത ഈ സ്ഥലത്ത് വെച്ച് ഞാൻ ആരെ വിളിക്കാനാണ്? വിളിച്ചാൽ തന്നെ ആര് കേൾക്കാനാണ്? അപ്പോ ഞാനതിലെ ആ യുക്തിഭദ്രമായ ഒരു ചോദ്യം അല്ല, ഒരു വിഷയമാണോ എന്നല്ല ചോദിച്ചതെങ്കിലും വിളിച്ചിട്ടുണ്ട് അല്ലെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെ ചോദിച്ചു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളോട് ഇബ്രാഹിം, നിങ്ങളോട് ഞാൻ വിളിക്കാൻ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, കേൾപ്പിക്കൽ എന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുകയും വിളിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതുപോലെ ഒരു ചെറിയ ഒരു പക്ഷേ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട്, പലപ്പോഴും പലരുടെ
ശ്രോതാക്കളുടെ മനസ്സിൽ വന്നിരിക്കാനിടയുള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈ പള്ളിയുടെ നിർമ്മാണം, അതായത് വിശുദ്ധ കഅബ ഷരീഫിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച സംഭവം പറഞ്ഞു, വളരെ വിശദമായി പറഞ്ഞു അതിന്റെ ചരിത്ര പശ്ചാത്തലത്തെ കുറിച്ച്. അതിനുശേഷം ഞാൻ ഒരു പ്രഭാഷണത്തിൽ കേട്ടിട്ടുള്ളതാണ്, എന്റെ ഒരു വായനയിലും അങ്ങനെ വന്നിട്ടുണ്ട്. അതിനുശേഷം ബാക്കി വന്ന കരിങ്കൽ ചീളുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എടുത്തുകൊണ്ട് അദ്ദേഹം എറിഞ്ഞു എന്നും ആ കരിങ്കൽ ചീളുകൾ ലോകത്തിന്റെ ഏതൊക്കെ ഭാഗത്ത് ചെന്ന് പതിച്ചുവോ അവിടെയൊക്കെ പിൽക്കാലത്ത് അള്ളാഹുവിന്റെ ഭവനങ്ങൾ, പള്ളികൾ നിർമ്മിക്കപ്പെടുന്നു എന്നുള്ള രീതിയിൽ ഞാൻ പ്രഭാഷണത്തിൽ കേട്ടിട്ടുള്ളതാണ്. അത് നമുക്ക് പ്രഭാഷണങ്ങളിൽ പലപ്പോഴും എതിർപക്ഷ ചില പുസ്തകങ്ങളിലും ഉണ്ടാവാം. അത് പിന്നെ നമ്മള് വിശ്വസനീയമാണോ അല്ലേ എന്നുള്ളതല്ല വിഷയം, മറിച്ച് ആധികാരികമാണോ അല്ലേ എന്നുള്ളത് വിഷയമാണ്. ചരിത്രം പഠിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ എനിക്ക് ആദ്യമായി ഓർമ്മ വന്നത് എന്റെ അഭിനന്ദനായ ഉസ്താദ് ഷെയ്ഖുന ശംസുൽ ഉലമയാണ് എനിക്ക് ഓർമ്മ വന്നത്. അല്ലാഹു മർഖദഹു, അല്ലാഹു അദ്ദേഹത്തിന്റെ പരലോക ജീവിതം പവിത്രമാക്കി കൊടുക്കുമാറാവട്ടെ. ത്യാഗോജ്വലമായ അവരുടെ ജീവിതത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നത്തുൽ ഫിർദൗസ് പകർന്നു നൽകുമാറാവട്ടെ. ഷെയ്ഖുന എപ്പോഴും പറയാറുണ്ട്, ഇസ്രായേലിയാത്ത് നല്ലോണം സൂക്ഷിക്കണം എന്ന് പറയാറുണ്ട്. നമ്മുടെ കിതാബുകളിൽ വരെയുള്ള കഥകളാണ് പല കഥകളും. അപ്പം ഇങ്ങനെ ഇബ്രാഹിം നബി അങ്ങനെ എറിഞ്ഞാൽ ലോകത്തിൽ എത്തൂല, അതൊന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ വിചാരിച്ചാൽ അതൊക്കെ എത്തും, അതൊന്നുമല്ല സംശയം. മറിച്ച് അത് കൃത്യമായ മർജ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലേക്ക് എടുത്തു വെക്കരുത്. നാം നിരുപദ്രവകാരിയാണ്. പിന്നെ പ്രഭാഷണങ്ങൾ എന്ന് പറയുന്നത് പല പ്രഭാഷണങ്ങളും നിലനിൽക്കുന്നത് തന്നെ അത്തരം കഥകൾ കൊണ്ടായിരിക്കാം. അതുകൊണ്ട് ആ കാര്യത്തിൽ ചില കൗതുകങ്ങൾ ഒക്കെ അതില് അത് ഖസ്സുൽ അംബിയ ഒക്കെ പോലുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അങ്ങനെ വന്നിട്ടുണ്ടാവാം. കാരണം ചരിത്രം എന്ന് പറയുന്നത് ഈ ഇത്രയും കാലത്ത് ഇബ്രാഹിം നബിയുടെ കാലം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, BC 2000 മുതൽ 2220 വരെയാണ് ഇബ്രാഹിം നബി ഇസ്ലാം ജീവിച്ചിരുന്നു എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തെ സംബന്ധിച്ച് ആധികാരികമായി അങ്ങനെ അവിടെ നടന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുക എന്ന് പറയുന്നതിന് പ്രയാസമുണ്ട്. പിന്നെ അത് മനസ്സിലാക്കാൻ, അതറിയാൻ മാർഗം രണ്ടേ ഉള്ളൂ. ഒന്നുകിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക. ഇത് രണ്ടും ഉണ്ടായിട്ടില്ല ഈ പറഞ്ഞ സംഭവം. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ഒപ്പം കൂടുതൽ സഞ്ചരിക്കാൻ നമുക്ക് അതിൻ്റെതായ പ്രയാസമുണ്ട്. ഇപ്പൊ നമ്മൾ ഹജ്ജിന്റെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ പിന്നെ അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങൾ ഒക്കെ ഹജ്ജായി മാറുകയും പിന്നെ അവിടുന്ന് കേട്ട് ജനങ്ങളെ ഹജ്ജിന് വരാൻ തുടങ്ങി എന്നാണ്. അറബികളൊക്കെ ഇത് കേട്ടു, അറിഞ്ഞു, അറബികൾ വന്നുകൊണ്ടേയിരുന്നു. കാരണം അറബ് കുടുംബങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബമായിരുന്നു ജുർഹും കുടുംബം. ജുർഹും കുടുംബക്കാരായിരുന്നു ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ വളർത്താൻ കൂടിയത്. മാത്രമല്ല ഇസ്മായിൽ നബി അലൈഹി ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം വിവാഹം ചെയ്തത് ജുർഹം കുടുംബത്തിൽ നിന്നായിരുന്നു. ഒരുപാട് കാലം മക്കയുടെ അധിപന്മാരായിരുന്നത് ജുർഹം കുടുംബക്കാരായിരുന്നു. അവർ യമനിലെ പ്രധാനപ്പെട്ട കുടുംബമായിരുന്നു. അപ്പം അവരുടെ പോക്കുവരവുകൾ എപ്പോഴും ഉണ്ടായിരുന്നു, വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതിലൂടെ എല്ലാവരും അറിഞ്ഞ് വരാൻ തുടങ്ങി. പിന്നെ അതിന്റെ പുറത്തുനിന്ന് ആൾക്കാർ വരാൻ തുടങ്ങി. പിന്നെ അതിന്റെ പുറത്തുനിന്ന് ആൾക്കാർ വരാൻ തുടങ്ങി. പിന്നെ അപ്പോഴേക്ക് അറേബ്യയുടെ ഒരു ചിത്രം മാറി. ചോരയൊലിക്കുന്ന ഒരു അറേബ്യയാണ് പിന്നെ ഉണ്ടായത്. അതായത് സംഘർഷങ്ങളുടെ അറബി ഗോത്രങ്ങൾ തമ്മിൽ പെണ്ണിനും മണ്ണിനും വേണ്ടി കലഹിച്ചും യുദ്ധം ചെയ്തും ജീവിക്കുന്ന ഒരു കാലമായിരുന്നു. ഈ സമയത്ത് ഹജ്ജിനെ ഇത് ബാധിക്കുമെന്ന് വന്നു. അതുകൊണ്ട് തന്നെ അന്നുണ്ടായിരുന്ന മത നേതൃത്വം ഹനീഫിയത്ത് എന്നാണ് അന്നത്തെ മതത്തിന് പറയാം. ഇസ്ലാം എന്നുള്ള പ്രയോഗം പിന്നീടാണ് വന്നിരിക്കുന്നത്. ഹനീഫിയത്ത് എന്നാണ് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ തന്നെ ആ പ്രയോഗം വന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏകദൈവ ജീവിത സരണി ഉണ്ടല്ലോ, അതിന് ഹനീഫിയത്ത് എന്നാണ് പറയാം. അപ്പൊ ഹനീഫിയത്തിന്റെ പ്രധാനപ്പെട്ട ആൾക്കാർ എന്ത് ചെയ്തു? 3 മാസങ്ങൾ വിശുദ്ധ മാസങ്ങളായി പ്രഖ്യാപിച്ചു. അതായത് ഹജ്ജിന്റെ മാസവും ഹജ്ജിന് തൊട്ട് മുമ്പുള്ള മാസവും. ഹനീഫിയത്ത് എന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്റെ മനസ്സിൽ വന്നിട്ടുള്ള ചോദ്യം, സാധാരണ നമ്മള് ദുആഉൽ പറയാറുണ്ടല്ലോ, ഹനീഫ മുസ്ലിമൻ. അവിടെ ഈ ഹനീഫൻ എന്ന് കഴിഞ്ഞ മുസ്ലിമൻ എന്ന് പറയുന്നല്ലോ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രമായി ഇത് മുസ്ലിം എന്നുള്ള അസ്ലംതു വജ്ഹിയ ലില്ലദി ഒരു സമർപ്പണത്തിന്റെ ഇസ്ലാം മുസ്ലിം എന്ന പേര് വിളിച്ചിരിക്കുന്നത് ഇബ്രാഹിം നബി തന്നെയാണ്. പക്ഷേ എങ്കിലും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മതത്തിന്റെ പേരാണ് നമ്മൾ പറയുന്നത്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മതത്തെ അറബികൾ പരിചയപ്പെടുത്തിയിരുന്നതും ഹനീഫിയത്ത് എന്ന് പറഞ്ഞു. ഹനീഫിയത്ത് എന്ന് പറഞ്ഞതാണ്. ഹനീഫിയത്ത് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിന്റെ മതം. ഇബ്രാഹിം നബിന്റെ മതത്തിന് എല്ലാവർക്കും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരിക്കൽ മക്ക ജീവിതത്തിൽ രഹസ്യമായി നിസ്കരിച്ചു. ഒരു പറമ്പിൽ വെച്ചിട്ട് ഒരു കല്ലിന്റെ മറവിൽ നിന്നുകൊണ്ട്.
ആ വഴിക്ക് യാദൃശ്ചികമായി അബൂതാലിബ് വന്നു. അബൂതാലിബ് ചോദിച്ചു, എന്താ നിങ്ങൾ ചെയ്യണത്? ഒരു വിചിത്രമായ ആരാധന കണ്ടപ്പോൾ ചെയ്യുന്നതാണ്, ഞങ്ങൾ ആരാധിക്കുകയാണ്. ആരാധിക്കുക എന്ന് ചോദിച്ചു. ഇബ്രാഹിം നബിയുടെ ഇലാഹിനെ ആരാധിക്കുകയാണ്. അപ്പോ അപ്പോ പിന്നെ കാരണം പുതിയൊരു ഒരു ഇലാഹിനെ പറ്റിയുള്ള അറിവൊന്നും അബൂതാലിബിനെ പോലുള്ള ഒരാൾക്ക് അപ്പൊ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇബ്രാഹിം നബിന്റെ ദൈവം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അബൂതാലിബിന് മനസ്സിലായി, അങ്ങനെ പോവുകയും ചെയ്തു എന്ന് പറഞ്ഞ പോലെ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിന് ശേഷം പിന്നെ അറബികള് ഈ ഹജ്ജ് കാര്യം വളരെ ഗൗരവമായി സൂക്ഷ്മമായി കൊണ്ടുനടന്നിരുന്നു എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ 3 മാസങ്ങൾ യുദ്ധം നിഷിദ്ധമായ മാസങ്ങളായി പ്രഖ്യാപിച്ചു. ദുൽഹജ്ജിലും ചെയ്യാൻ പാടില്ല, ഷവ്വാലും ചെയ്യാൻ പാടില്ല, അല്ല മുഹറത്തിലും ചെയ്യാൻ പാടില്ല, ദുൽഖഅദിലും ചെയ്യാൻ പാടില്ല. അതായത് പോക്ക് വരവ് അതിനൊരു സുരക്ഷിത ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അത് പിൽക്കാലത്ത് അംഗീകരിച്ച ഒരു മാസം കൂടി 4 മാസം കൂടി ഇടയിൽ ഒരു ഉംറയോടും ചെയ്യാനുള്ള സൗകര്യം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അത് പിന്നെ അങ്ങനെയാണ്. പിന്നെ അതിനുശേഷം പിന്നെ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിൽ ഹജ്ജ് നിർബന്ധമാക്കപ്പെടുന്നത് 2 അഭിപ്രായങ്ങളുണ്ട്. ഒന്ന് ഹിജ്റ 6-ാം വർഷത്തിലായിരുന്നു എന്ന അഭിപ്രായമുണ്ട്, രണ്ടാമത്തത് ഹിജ്റ 9-ാം വർഷത്തിലായിരുന്നു എന്ന അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും ഹിജ്റ 9-ാം വർഷമായപ്പോഴേക്ക് മക്ക മഷായറൊക്കെ അടങ്ങുന്ന പ്രദേശം കയ്യിൽ വന്നു പൂർണ്ണമായും. കാരണം ഹിജ്റ 8-ാം വർഷത്തിൽ തന്നെ മക്ക വിജയം പൂർത്തിയായി. അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഹജ്ജിന്റെ നായകനായി അമീറായി പറഞ്ഞയച്ചു. അലി റളിയല്ലാഹു അൻഹുവിനെയും ഒപ്പം പറഞ്ഞയച്ചിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനോട് ചില പ്രഖ്യാപനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ഇക്കൊല്ലത്തിന് ശേഷം ഇനി ആരും വിവസ്ത്രരായി തവാഫ് ചെയ്യാൻ പാടില്ല. അത്രയും കാലം അത് തുടർന്നിരുന്നു. ഞാൻ ചോദിക്കാൻ വിട്ടതാണ്, പൂർവികരൊക്കെ ഹജ്ജ് ചെയ്തിരുന്നു, വിവസ്ത്രരായി ഹജ്ജ് ചെയ്തിരുന്ന ഒരു സമൂഹത്തെ കുറിച്ച് തവാഫ് ചെയ്തിരുന്നു. അവരുടെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ രസകരമായ ഒരു കഥ കേട്ടിട്ടുണ്ട് പൂർവികരുടെ ഹജ്ജിനെ കുറിച്ച്. പൂർവികരുടെ ഹജ്ജല്ല തവാഫ്, ക്ഷമിക്കണം, കബ തവാഫ് ചെയ്യാൻ വന്നപ്പോ അവര് ആരാണെങ്കിലും ചില മുമ്പുണ്ടായിരുന്ന ചില സമുദായങ്ങളിലെ ആളുകൾ, ചില സമൂഹത്തിലെ ആളുകൾ വിവസ്ത്രരായി തവാഫ് ചെയ്യുമായിരുന്നു. അവരതിന് നൽകിയിരുന്ന ഒരു നീതീകരണം, ഞങ്ങൾ പാപം ചെയ്യുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളാണ്, ഇതൊക്കെ മാറ്റിവെച്ചിട്ടാണ്. അതിന്റെ കാര്യം, അല്ലാതെ അവർക്ക് വസ്ത്രം ഇല്ലാത്തതുകൊണ്ടല്ല. ഉള്ള വസ്ത്രം അഴിച്ചു വെച്ചാ ചെയ്തിരുന്നത്. പിന്നെ എല്ലാവരും വസ്ത്രം അഴിച്ചു വെച്ചിരുന്നു എന്ന് പറയുന്നില്ല. ചില മുന്തിയ കുടുംബങ്ങള്, കുടുംബങ്ങള് അവർക്കൊക്കെ അവരുടെ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുന്ന, പാപം ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്ത്രം വേറെ, ഇതിനു വേണ്ടി നമ്മൾ ഇപ്പോഴൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളെ ഉംറക്ക് ഉപയോഗിക്കാനുള്ള തുണി വേറെ, സാധാരണയിൽ നമ്മൾ ഉടുക്കുന്ന തുണി വേറെ. അന്ന് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 വസ്ത്രങ്ങളൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഹജ്ജും ചെയ്യുക, ഉംറയും ചെയ്യുക, പിന്നെ പാപം ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഹജ്ജ് നിർവഹിച്ചത് ഹിജ്റ 10-ാം വർഷത്തിലായിരുന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ മുസ്ലിം ലീഗുകൾക്ക് ഹജ്ജിന് നേതൃത്വം നൽകിയെന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഹജ്ജ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദു അന്നി മനാസികക്കും, എപ്പോഴും പറയുമായിരുന്നു നബി ആ യാത്രയിലുടനീളം, ഹജ്ജിന്റെ കാര്യങ്ങളൊക്കെ എന്നിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കിക്കോളൂ എന്ന് പറയുമായിരുന്നു. അപ്പം അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ ഹജ്ജ് നിസ്കാരത്തെ കുറിച്ചും ഒരു ഹദീസ് ഏതാണ്ട് ഇതേ തരത്തിലല്ലേ, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഏതാണ്ട് ഇതേ തരത്തിലല്ലേ ഈ ഹദീസ് ഒന്നുകൂടി ഖുദു അന്നി മനാസികക്കും, നിങ്ങളുടെ മൻസക്കുകൾ, എങ്ങനെയാണ് ഹജ്ജ് കർമ്മങ്ങൾ ആരാധന കർമ്മങ്ങൾ ചെയ്യേണ്ടത് എന്നത് നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും പറയുമായിരുന്നു. അതുകൊണ്ട് നബി എങ്ങനെ ചെയ്തു അത് ലിഖിത രൂപത്തിൽ നമുക്ക് ലഭ്യമാണ്. ആ രൂപത്തിൽ തന്നെ ഹജ്ജ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അത് സ്വീകാര്യോഗ്യമായ ഹജ്ജ് ആവുകയുള്ളൂ എന്നാണ് പ്രത്യേകം പറയാനുള്ളത്. لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك يا ربنا يا من جعل
جعلت النهار لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا